നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിടത്ത് നിന്ന് നമുക്ക് ആരംഭിക്കാം. വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. നമുക്ക് ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? സ്വന്തമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണം. വളരെ ശക്തമായ, സ്വന്തമായ, സ്വകീയമായ, ധ്യാനസമാനമായ ചില ആശ്ചര്യങ്ങളും ചില ചോദ്യങ്ങളും. ഇത്തരം ചോദ്യങ്ങളുമായും ആശ്ചര്യഭാവത്തോടു കൂടിയും നമ്രതയോടും കൂടി ജീവിക്കുമ്പോഴാണ് നമുക്ക് അടുത്ത തലത്തിലേക്ക് പ്രവേശനം കിട്ടുന്നത്. നമ്മൾ പരിചയപ്പെട്ടത് ഏകദേശം ഒരു 5 ചോദ്യം, 5 6 ചോദ്യം നമ്മൾ പരിചയപ്പെട്ടു. ആരാണ് നിന്റെ ഭാര്യ? ആരാണ് നിന്റെ പുത്രൻ? നീ ആരുടേതാണ്? നീ ആരാണ്? നീ അതുപോലെ ഈ അയം സംസാരഃ വിചിത്ര, ഇത് വിചിത്രമായിട്ടുള്ള സംസാരമാണ്. ഈ സംസാരം എത്ര തന്നെ വിചിത്രമാണ്, വൈചിത്ര്യം ആർന്നതാണ്. ഇത്തരത്തിലുള്ള ആശ്ചര്യഭാവങ്ങളും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഒരാൾ ജീവിക്കേണ്ടത്. ശരിയായ ചോദ്യമുള്ളവന് മാത്രമേ ശരിയായ ഉത്തരവും ലഭിക്കുകയുള്ളൂ. അങ്ങനെയാണ് പറയപ്പെട്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ സ്വന്തമായിട്ടുള്ള ചോദ്യം, ഓരോരുത്തർക്കും ഓരോ ചോദ്യമായിരിക്കും കേട്ടോ, എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു ചോദ്യമല്ല. എങ്കിലും അസ്തിത്വപരമായി നമ്മളെ ഇളക്കുന്ന, നമ്മളെ സ്വാധീനിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമാണ്. അതാണ് ജ്ഞാനമാർഗത്തിന്റെ തുടക്കം. സ്വന്തമായ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന, നമുക്ക് വളരെ പ്രധാനമായിട്ട് തോന്നുന്ന ചില ചോദ്യങ്ങളോടുകൂടി നമ്മൾ ജീവിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു, വിവേകാനന്ദ സ്വാമിക്ക് ഉണ്ടായിരുന്ന ചോദ്യം, ഈശ്വരനെ കാണാൻ സാധിക്കുമോ? ഈശ്വരൻ ഉണ്ടോ? എന്നുള്ള ഒരു വലിയ ചോദ്യവുമായിട്ടാണ് അദ്ദേഹം നടന്നത്. കേൾക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമാണെന്ന് തോന്നും. പക്ഷെ അത് അനുഭവിക്കുകയാണെങ്കിൽ അത് വളരെ ഭാരമാർന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഭാരം താങ്ങാൻ വിവേകാനന്ദ സ്വാമിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലുള്ള ഒരു ഭാവന അല്ലെങ്കിൽ ഒരു മഹാബലശാലിക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് ആ ചോദ്യം. കാര്യം ഈശ്വരൻ എന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ട്, ബാല്യകാലം മുതൽ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് കാണാൻ സാധിക്കുമോ? അത് അനുഭവിക്കാൻ സാധിക്കുമോ? അനുഭവം, ആ അനുഭവത്തെ കുറിച്ചാണ് സ്വാമിജി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുഴുവൻ ചിന്തിച്ചത്. അപ്പൊ ഇതുപോലൊരു ചോദ്യം നമുക്കും ഉണ്ടായിരിക്കണം. പല തരത്തിലാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഇങ്ങനെയുള്ള ഒരു ചോദ്യവുമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ, ആധികാരികമായ ഓഥന്റിക് ആയിട്ടുള്ള ഇത്തരം ചോദ്യവുമായിട്ട് നമ്മൾ ജീവിക്കണം കുറച്ചു നാൾ. കാര്യം മറ്റെല്ലാം പോകുമ്പോഴും ഈ ചോദ്യം നമ്മളിൽ അവശേഷിക്കും. ഈ ചോദ്യം നമ്മളോടൊത്തുണ്ടായിരിക്കും. ഈ ചോദ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിന്റെ സർവസ്വമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റെല്ലാം വരികയും പോവുകയും ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ എക്കാലത്തും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, മുഴങ്ങിക്കൊണ്ടിരിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ, വെൻ ദ ഡിസൈപ്പിൾ ഈസ് റെഡി, അല്ലെ, അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഡിസൈപ്പിൾഹുഡ് ഉണരുന്നു, നമ്മുടെ ഉള്ളിലെ ശിഷ്യത്വം ഉണരുന്നു. പ്രപഞ്ചം അത്ര പെട്ടെന്നൊന്നും നമ്മളിൽ പ്രസന്നനാവില്ല. നമ്മൾ കുട്ടിക്കാലത്ത് വായിച്ചിട്ടില്ലേ, ഒരാൾ തപസ് ചെയ്തു, കഠിനമായി തപസ് ചെയ്തു, ഒരുപാട് കാലം തപസ് ചെയ്തു. അത് ശരിക്കും അർത്ഥവത്താണ് ആ എഴുതിയിരിക്കുന്നത്. ഞാൻ ഒരു ബാലരമയിലും പൂമ്പാറ്റയിലും ഒക്കെ ധാരാളം വായിച്ചിട്ടുണ്ട്. ഒരിടത്ത് പോലും വളരെ പെട്ടെന്ന് ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എല്ലായിടത്തും തപസ് കുറച്ചധികം നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ പ്രപഞ്ചം അത്ര പെട്ടെന്നൊന്നും നമ്മളെ വെറുതെ വിടുമെന്ന് വിചാരിക്കരുത്. ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ ഉടനെ ഉത്തരം കിട്ടുമെന്ന് ധരിക്കരുത്. ആ ചോദ്യവുമായിട്ട് നമ്മൾ തപിക്കണം, നമ്മൾ ചൂട് പിടിച്ചു നടക്കണം. ശിരസിൽ ഒരു അഗ്നിയുമായിട്ട് നടക്കണം. ആ ചോദ്യം നമ്മുടെ ശിരസിനെ തീ പിടിപ്പിക്കുമ്പോൾ, അല്ലെ, ശിരസിന് തീ പിടിച്ച ഒരു മനുഷ്യൻ എന്താണ് തേടുക? ശിരസിന് തീ പിടിച്ച ഒരു മനുഷ്യൻ ജലാശയത്തെ തേടുന്നു. വേറൊന്നുമല്ല അദ്ദേഹം തേടുന്നത്. ശിരസിന് തീ പിടിച്ച ഒരു മനുഷ്യൻ ജലാശയത്തെ തേടുന്നു. വേദാന്ത സാരത്തിൽ പറയുന്ന പോലെ ശിരസിന് തീ പിടിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജലാശയത്തെ തേടുന്നത്, അതുപോലെ ഇത്തരം ചോദ്യങ്ങളുമായി നടക്കുന്ന ഒരു മനുഷ്യന്റെ അരികിലേക്ക് ജലാശയമായി ആര് നടന്നു വരുന്നു? ആര് കടന്നു വരുന്നു? ഗുരു. ഗുരു എന്നുള്ള വാക്ക് സത്യത്തിൽ ഉച്ചരിക്കുമ്പോൾ പോലും അത്യധികം ആദരവുണ്ട്. കാര്യം അത് അത്യപൂർവമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഗുരു. നമ്മൾ വിചാരിക്കും നമുക്ക് ചുറ്റും ഗുരുക്കന്മാരാണല്ലോ എന്ന്. അങ്ങനെയല്ല. ഗുരു എന്ന് പറയുന്നത് അത്യപൂർവമായ ഒരു പ്രതിഭാസമാണ്.
നമ്മൾ തയ്യാറാകാതെ, നമ്മൾ തപിക്കാതെ, നമ്മുടെ പാപഭാരങ്ങൾ നമ്മൾ തന്നെ തപം കൊണ്ട് കഴുകിക്കളയാതെ ഈ പറയുന്ന ഗുരു എന്ന് പറയുന്ന പ്രതിഭാസം നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ മുന്നിലേക്ക് കടന്ന് വരികയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഗുരു എന്ന് പറയുന്നത് ടോൾ പ്ലാസകൾക്ക് മുമ്പിൽ റീചാർജ് ചെയ്ത് കൊടുക്കപ്പെടും എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ പെട്ടിക്കടകൾ തുറന്നു വെച്ചിരിക്കുന്നത് പോലൊരു പ്രതിഭാസമല്ല. നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ മാത്രം നമ്മൾ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള, ജന്മത്തിൽ ഒരിക്കൽ മാത്രമൊക്കെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ഒരു പ്രതിഭാസമാണ് ഗുരു എന്ന് പറയുന്നത്. ആ ഗുരുവും ശിഷ്യനും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക അല്ലെ? ശിരസിന് തീപിടിച്ച ഒരു ശിഷ്യനും ജലാശയം പോലെയുള്ള ഒരു ഗുരുവും, അല്ലെ? ജലാശയം തന്നെ ആയിരിക്കണം. ശിരസിന് തീപിടിക്കുന്നവന് മുതലക്കൂപ്പ് നടത്താൻ ഒരു ജലാശയമാണ് ഗുരു. നേരെ മറിച്ച് നമ്മൾ മുതലക്കൂപ്പ് നടത്തുന്നത് ജലമില്ലാത്ത ഒരു കുഴിയിലേക്കാണെങ്കിലോ? അങ്ങനെയും സംഭവിക്കാം. ശരിയായ ഗുരു ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് ശിരസിന് തീപിടിച്ച് നമ്മൾ മുതലക്കൂപ്പ് നടത്തുന്നത് പൊട്ടക്കിണറ്റിലേക്കായിരിക്കും, വെള്ളമില്ലാത്ത കിണറ്റിലേക്കായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മുടെ വിധി പോലിരിക്കും. നമ്മൾ അത്രയധികം നിഷ്കളങ്കമായി അതിനു വേണ്ടി ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഗുരു നമ്മളിലേക്ക് കടന്നു വരുന്നു. അതിനുശേഷം ഉണ്ടാകുന്നത് എന്താണ്? അതാണ് ഇവിടെ ആചാര്യസ്വാമികൾ ഡയറക്റ്റ് ആണിത്, വളരെ ഋജുത്വമാർന്ന ഒരു പാതയാണ് നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അവിടെ ഇടനിലക്കാരോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സങ്കീർണതകളില്ല, എന്തെങ്കിലും തരത്തിലുള്ള ഒളിച്ചു വെക്കലുകളില്ല. നേരിട്ടുള്ള പാതയാണ്, സത്യത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാവുന്ന ഒരു പാതയെ ആചാര്യസ്വാമികൾ, നമ്മുടെയൊക്കെ ആചാര്യസ്വാമികൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഞാൻ ആ ശ്ലോകം ഒന്ന് വായിക്കാം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ അതാണ് കാര്യം. സത്സംഗത്തിൽ നിന്ന് നിസ്സംഗത്വം അല്ലെങ്കിൽ നിർമ്മമത ഉണ്ടാകുന്നു. നിസ്സംഗത്തിൽ നിന്ന് നിർമോഹത്വം അഥവാ മോഹമില്ലായ്മ ഉണ്ടാകുന്നു. മോഹമില്ലായ്മയിൽ നിന്ന് നിശ്ചല തത്വം അഥവാ പരമാർത്ഥ ജ്ഞാനം ജനിക്കുന്നു. അതോടെ ആ നിശ്ചല തത്വം നമ്മുടെ ജീവിതത്തിൽ എത്തുന്നതോടെ ജീവൻ മുക്തിയും പ്രാപിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. അപ്പൊ ഇത് തുടങ്ങുന്നത് മനോഹരമായ ഒരു പദവുമായിട്ടാണ്, സത്സംഗം. എന്താണ് സത്സംഗം? സത്സംഗം എന്താണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. സത്സംഗം എന്താണെന്ന് ശരിക്ക് അറിയണതിന് മുമ്പ് സംഘം എന്താണ്? സംഘം എന്നുള്ള വാക്ക് ഒട്ടൽ എന്നൊക്കെയാണ് അതിനർത്ഥം. നമ്മൾ എവിടെയെങ്കിലും കയറി ഒട്ടിപ്പോവുക എന്നൊക്കെയാണ് അതിനർത്ഥം. ശരിക്കും എന്താണ് സംഘം? നമ്മൾ കേട്ടിട്ടില്ലേ? നമുക്ക് സംഘം എന്താണെന്ന് ആദ്യം നോക്കാം. നമ്മൾ കേട്ടിട്ടില്ലേ, യു ആർ ദ ആവറേജ് ഓഫ് 5 പീപ്പിൾ യു മോസ്റ്റ് ഇന്ററാക്ട് വിത്ത്. കേട്ടിട്ടുണ്ടാവുമല്ലോ, വളരെ പ്രശസ്തമായ ഒരു കോട്ടാണ്, ആശയമാണ്. യു ആർ ദ ആവറേജ് ഓഫ് 5 പീപ്പിൾ യു മോസ്റ്റ് ഇന്ററാക്ട് വിത്ത്. നിങ്ങൾ ഏറ്റവും അധികം ഇടപഴകുന്ന 5 വ്യക്തികളുടെ ശരാശരിയാണ് നിങ്ങൾ. ഇതാണ് സംസർഗം എന്ന് പറയും. സംസർഗം വളരെ ശക്തമാണ്. നമ്മുടെ തീരുമാനങ്ങളെ നമ്മൾ പോലും അറിയാതെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതിനാണ് സംസർഗം എന്ന് പറയുന്നത്. സംസർഗത്തിൽ നിന്നാണ് ഗുണവും ദോഷവും എല്ലാം സംഭവിക്കുന്നത്. നമ്മൾ ഇതിനെ ലാഘവത്വത്തോടെ കാണരുത്. മനസ്സിലായില്ലേ? ലാഘവത്വത്തോടെ കാണരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഒരു ഇന്നർ സർക്കിൾ ആദ്യം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ഇന്നർ സർക്കിളിനകത്തുള്ള ആളുകളുടെ കാര്യമായി പറയുന്നത്. ഇന്നർ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണലി നമ്മളോട് ചേർന്നിരിക്കുന്നതും നമ്മൾ നിരന്തരം ഇടപെടുന്നതും. ഈ 2 ക്രൈറ്റീരിയ അതിനുള്ളത്. ഒന്ന്, വൈകാരികമായി അവർ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കണം. അതല്ലെങ്കിൽ അവരോട് എന്നും നമ്മൾ ഇടപെട്ടുകൊണ്ടേയിരിക്കണം. അവരുമായിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമ്മൾ ഇടപഴകിക്കൊണ്ടിരിക്കും, ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയുള്ളതിനാണ് സംഘം. ഇങ്ങനെയൊക്കെയാണ് സംഘം ഉണ്ടാകുന്നത്, ഒട്ടലുണ്ടാകുന്നത്. അവരുടെ പ്രഭാവം നമ്മളിലേക്ക് കടന്നു വരും. നമ്മളുടേത് അങ്ങോട്ടും പോകുന്നുണ്ട്, പക്ഷെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന
ഇപ്പൊ ഒരു 5 പേര് നിങ്ങളുടെ ഇന്നർ സർക്കിളിൽ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായതുകൊണ്ട് കാര്യമില്ല, ഏറ്റവും അധികം നിങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന 5 പേരുടെ പേരെഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സംഘം ഏതാണ് എന്നറിയാൻ പറ്റും. ഇതിനെയാണ് സംഘം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു 5 വ്യക്തികൾ ഉണ്ട് എന്നിരിക്കാം. ഈ 5 വ്യക്തികൾ ആധ്യാത്മികമായ ഒരു ചായ്വുള്ളവരാണ്, 2 പേർക്ക് അതൊന്നുമില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആശയപ്രകാരം, ഈ ഒരു തിയറി പ്രകാരം നമുക്ക് എന്താണ് സംഭവിക്കുക? തീർച്ചയായിട്ടും നമുക്കും കാലാന്തരേണ ആത്മീയതയോട് ഒരു ചായ്വ് ഉണ്ടായി തുടങ്ങും, ഉറപ്പായിട്ടും ഉണ്ടായി തുടങ്ങും. ഈ 3 പേർക്ക് 5-ൽ 3 പേരും ആത്മീയമായി താല്പര്യമുള്ളവരാണെങ്കിൽ കാലക്രമേണ, ഉടനെയൊന്നുമല്ല, കാലക്രമേണ നമ്മളും ആത്മീയരായി മാറിക്കൊണ്ടിരിക്കും. തിരിച്ചും സംഭവിക്കാം. അവർ ഭൗതികരാണെങ്കിൽ, അതിഭൗതികരായ കുറച്ച് പേരാണ് നമ്മുടെ ഇന്നർ സർക്കിളിൽ ഉള്ളതെങ്കിൽ നമ്മൾക്ക് ഭൗതികതയിലേക്കുള്ള ചായ്വും സ്വാഭാവികമായിട്ടുണ്ടാകും. ഇനി ആധുനികമായ സ്റ്റഡീസ് പറയണ എന്താണ്, പഠനങ്ങൾ പറയണ എന്താണ്? ഈ നിങ്ങൾക്കുള്ള ഈ 5 സുഹൃത്തുക്കളുടെ, അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട 5 വ്യക്തികളുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, അവർക്ക് നമ്മളുമായിട്ട് നേരിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 5 വ്യക്തികളുടെ സുഹൃത്തുക്കളുണ്ട്. ഈ വ്യക്തികളുടെ സുഹൃത്തുക്കളുടെ സ്വഭാവം എന്നിലേക്ക് വരാനുള്ള സാധ്യത 20% ആണ്. അതായത് എൻ്റെ സുഹൃത്തിന്റെ സുഹൃത്ത്, ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിന്റെ സുഹൃത്ത് ഒരു മടിയനാണ്, അദ്ദേഹത്തിന് ഭാരം വർദ്ധിക്കുന്നു, വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എനിക്ക് അയാളുമായിട്ട് നേരിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് വിചാരിക്കുക, യാതൊരു വിധത്തിലും ബന്ധമില്ല. പക്ഷേ എൻ്റെ സുഹൃത്തിന്റെ സുഹൃത്തിനുണ്ടായ ഈ മാറ്റം, അതായത് ഭാരം വർദ്ധിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, മടി അലസമായ ജീവിതം എന്നുള്ള ഈ ഗുണവിശേഷങ്ങൾ എന്നിലേക്ക് കടന്നു വരാൻ 20% സാധ്യതയുണ്ടെന്നാണ് പഠനം പറയുന്നത്. പരോക്ഷമായ സ്വാധീനം ഇത് ചെലുത്തിക്കൊണ്ടിരിക്കും. ഈ സുഹൃത്ത് വഴി ഇതിന്റെ ഓരോ അനുരണനങ്ങൾ എന്നിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. ഇതാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. അതായത് സംഘം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഏറ്റവും അടുത്തുള്ളവർ മാത്രമല്ല, നമ്മൾ ജനിച്ചിട്ട് ഇന്ന് വരെ കാണാത്ത മനുഷ്യർ പോലും, ഇതിനെ റിപ്പിൾ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. റിപ്പിൾ ഇഫക്റ്റ്, നമ്മൾ ഒരിക്കലും കാണാത്ത മനുഷ്യർ പോലും നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മീയത പ്രകാരം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷെ റിപ്പിൾ ഇഫക്റ്റ് ഉണ്ട്. നമ്മുടെ സുഹൃത്തിന്റെ സുഹൃത്ത്, സുഹൃത്തിന്റെ സുഹൃത്തിന്റെ സുഹൃത്ത് പോലും നമ്മളെ സ്വാധീനിക്കും. 10% സാധ്യതയാണ് പറയുന്നത്. സുഹൃത്തിന്റെ 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 സ്വാധീനം 10% വരും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്ര ശക്തമായ ഒരു സംഘവലയത്തിലാണ് നമ്മൾ ഉള്ളത്. അവിടെയാണ് നമ്മൾ ദുസ്സംഗവും സത്സംഗവും എന്താണെന്ന് കൃത്യമായും വേർതിരിച്ച് മനസ്സിലാക്കുക. ഈ പറയുന്ന 5-ൽ 3 പേരുടെയും സ്വാധീനം നമ്മളിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെ ആയതുകൊണ്ട് ഇവർക്ക് മോശം, അതായത് നമ്മൾക്ക് ഉത്കർഷം ഉണ്ടാക്കാത്ത രീതിയിലുള്ളവരാണ് ഇവരെങ്കിൽ അത് ദുസ്സംഗമാണ്. പുകവലി, മദ്യപാനം, അതല്ലെങ്കിൽ അലസമായി ജീവിക്കുക, ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുക, ജീവിതത്തിൽ യാതൊരു ഗൗരവബുദ്ധി ഇല്ലാതിരിക്കുക, ആധികാരികമായ ചോദ്യങ്ങൾ ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സുഹൃത്തുക്കളാണ് നമ്മൾക്കുള്ളതെങ്കിൽ ആ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് ദുസ്സംഗം എന്ന് പറയും. കാലക്രമേണ, ഉടനെ സംഭവിക്കില്ല അല്ലെ, ഉടനെ സംഭവിക്കണമെന്നില്ല, പക്ഷെ കാലക്രമേണ അത് സംഭവിക്കും. നേരെ മറിച്ച് സത്സംഗമുണ്ട്. സത്സംഗം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഏതാണ്. അവരുടെ നല്ല ഹോളി കമ്പാനിയൻഷിപ്പ് എന്ന് വേണേൽ നമുക്ക് ഇംഗ്ലീഷിലേക്കൊക്കെ മാറ്റി പറയാം. അവരുടെ നല്ല ഗുണങ്ങൾ നമ്മളിലേക്ക്, അല്ലെങ്കിൽ നല്ല ഗുണങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ പ്രഭാവം നമ്മളിലേക്ക് കടന്നു വരുന്നതിനാണ് സത്സംഗം എന്ന് പറയുന്നത്. ഇതാണ് സംഘം, സത്സംഗം, ദുസ്സംഗം എന്നുള്ളതിന്റെ ഒരു ഏകദേശ ചിത്രം. ഇവിടെ ആചാര്യ ഭഗവത്പാദര് പറയുന്ന സത്സംഗത്വേ നിസ്സംഗത്വം എന്ന് പറയുന്നുണ്ട്. അതായത് സത്സംഗത്തിൽ നിന്ന് നിസ്സംഗത്വം ജനിക്കണമെങ്കിൽ അത് സാധാരണ കമ്പാനിയൻഷിപ്പ് ആയാൽ പോരാ. ഒരു നല്ല ഗുണമുള്ള ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ ഇരുന്നാൽ അത് സത്സംഗമാണെന്നൊക്കെ പറയാം. പക്ഷെ നിസ്സംഗത്വം ജനിക്കണമെങ്കിൽ അതിനൊരു സാധാരണ മനുഷ്യൻ പോരാ. അതിന് എന്താണ് വേണ്ടത്? അപ്പുറത്ത് ഗുരു, ഭാരം, അല്ലെ? ആ ഗൗരവമാണത്. ഒരു ഗുരുവിന്റെ സാമീപ്യം. ഗുരു എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അത് മനുഷ്യനായിട്ട് നമ്മൾ കാണരുത്. ശരിക്കുള്ള ഗുരുക്കന്മാരെ, അവർ നമുക്കും പരത്തിനും ഇടയിലുള്ള ഒരു, അതിന് രണ്ടിനും ഇടയിലുള്ള ഒരു സ്പേസ് ആണത്. അത് വാതിലാണ്.
ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതിനാണ് ഇവിടെ സത്സംഗം എന്ന് പറയുന്നത്. ഗുരു എന്ന് പറയുന്നത് നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എളുപ്പത്തിൽ കണ്ടു കിട്ടാവുന്നതൊന്നും ഗുരുക്കന്മാരല്ല. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഇപ്പൊ നമുക്ക് ചുറ്റും ഗുരുക്കന്മാരാണ്, ഫേസ്ബുക്കിലൊക്കെ നിറയെ ഗുരുക്കന്മാരാണ്, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഗുരുക്കന്മാരെ കണ്ടെത്തുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞത്, ദേ ആർ ലെസ് ലൈക്ലി ഇൻ ദ ഫേസ്ബുക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരു നല്ല യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്താനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് നിഷേധിക്കാം, അത് റൂൾ ഔട്ട് ചെയ്യാം. ശരിയായ ഗൗരവഭാവത്തിലുള്ള ഒരാൾ ഫേസ്ബുക്കിൽ കണ്ടുകിട്ടാനൊക്കെ നമുക്ക്, അത് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അതിനെ അന്വേഷിച്ച് 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 പോകണം. അങ്ങനെ പോകുമ്പോൾ പോലും അവർ നമ്മളെ പരീക്ഷിക്കാതെ ഒരിക്കലും എടുക്കില്ല. ഒരു സാധാരണ കമ്പനി പോലും ഇന്റർവ്യൂ നടത്തി നമ്മളെ പരീക്ഷിച്ചിട്ടാണ് അവിടെ എടുക്കുന്നത്. അപ്പൊ യാതൊരു പരീക്ഷയില്ലാതെ നമ്മളുടെ അടുത്തേക്ക് ഒരു ഗുരു വരുമെന്നും കേവലം ഫീസ് കൊണ്ട് മാത്രം നമ്മളെ ശിഷ്യരാക്കുമെന്നൊന്നും നമ്മൾ ധരിച്ചു പോകരുത്. ഗുരുക്കന്മാരാണ് ഏറ്റവും അധികം നമ്മളെ പരീക്ഷിക്കുന്നത്. പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ഒരു ഗുരു നമ്മളെ അഡ്മിറ്റ് ചെയ്യുകയുള്ളൂ. കേവലം അവരുടെ ദർശനം കിട്ടാൻ പോലും, ഞാൻ അങ്ങനെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, യഥാർത്ഥ ഗുരുക്കന്മാരുടെ അടുത്ത് സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അവരുടെ ഒരു കേവലമായ ദർശനം കിട്ടാൻ, അവരുടെ ഒരു സാന്നിധ്യം കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടാണ്. അവർ പലതവണ നമ്മളെ പറഞ്ഞിട്ട് പറ്റിച്ചു കളയും. അതാണ്, നമ്മൾ ചെല്ലുമ്പോൾ അവരോട് ഉണ്ടാവില്ല, മനഃപൂർവ്വം മാറിക്കളയും. നമ്മൾ വിചാരിക്കും അയാൾ വാക്ക് പാലിക്കാത്തതാണ്. അല്ല, ദാറ്റ് ഈസ് എ ടെസ്റ്റ്. നിങ്ങൾക്ക് എത്രത്തോളം ദാഹമുണ്ട്, നിങ്ങൾക്കുള്ളത് ഒരു കൗതുകം മാത്രമാണോ, അതോ നിങ്ങൾക്കുള്ളത് ശരിയായ ദാഹമാണോ? ടെസ്റ്റ് ചെയ്യാണ്, പ്രിലിമിനറി ടെസ്റ്റ് ആണ് ഇത്. പ്രിലിമിനറി, മെയിൻ ടെസ്റ്റ് ഒക്കെ വേറെ ഉണ്ട്. ഇത് പ്രിലിമിനറി ടെസ്റ്റ്. വിളിക്കും, നമ്മൾ ചെല്ലും, അവിടെ ആളുണ്ടാവില്ല, അല്ലെങ്കിൽ വിളിച്ചാൽ ഫോൺ കിട്ടില്ല, അങ്ങോട്ട് സംസാരിക്കാൻ സാധിക്കില്ല, അവൈലബിൾ ആവില്ല. ഇതൊക്കെ ഗുരുവിന്റെ ആദ്യത്തെ ഫിൽട്ടറുകളാണ്. ഇതൊക്കെ ഒരു ഗുരുവിന്റെ ലക്ഷണം തന്നെയാണ്, ശരിയായ ഗുരുവിന്റെ ലക്ഷണം തന്നെയാണ്. ഇത് ഓർക്കുമ്പോൾ എനിക്ക് കുറച്ച് ഗുരുക്കന്മാരുടെ എക്സ്പീരിയൻസുകൾ, ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ചില ഗുരുക്കന്മാരെ ഒന്ന് കേവലമായിട്ടൊന്ന് പറഞ്ഞു പോകാം നമുക്ക്. ആദ്യമായിട്ട് ഞാൻ ഗുർജീഫ് എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ട്. ഗുർജീഫ് തൻ്റെ ശിഷ്യന്മാരെ എടുക്കുന്നതിൽ വളരെ വളരെ ശ്രദ്ധാലുവായിരുന്നു. വളരെ അറഗന്റ് ആയിട്ടാണ് അദ്ദേഹം ശിഷ്യന്മാരാവാൻ സമീപിക്കുന്ന യുവാക്കന്മാരോട് പെരുമാറിക്കൊണ്ടിരുന്നത്. ഒരിക്കല് അറഗൻസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഒരിക്കൽ ഒരു ശിഷ്യൻ, ലോകപ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ ഉസ്പെൻസ്കി, ചെറിയ ആളല്ല, ഉസ്പെൻസ്കി ഗുർജീഫ് എന്ന് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ, ഗുർജീഫിന്റെ ശിഷ്യനാവാൻ വേണ്ടി ഗുർജീഫിനെ കാണാൻ എത്തിയ ഒരു കഥയുണ്ട്. ഉസ്പെൻസ്കി വളരെ ബുദ്ധിമാനായ പ്രശസ്തനായ ഒരു ഗണിതശാസ്ത്രജ്ഞനും കൂടിയാണ് ഉസ്പെൻസ്കി. പക്ഷെ ഗുർജീഫിന് അത്തരത്തിലുള്ള യാതൊരു പരിഗണനകളും ഇല്ല. അദ്ദേഹം അവിടെ എത്തി. ഒരു മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ അദ്ദേഹം ഗുർജീഫിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുകയാണ്. ഗുർജീഫിന്റെ ആശ്രമം എന്ന് വിളിക്കാവുന്ന ഒരു ചെറിയ ഹട്ടിൽ, ചെറിയൊരു കുടിലിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു കുറച്ച് പേരുണ്ട്, ഒരു വിരലിൽ എണ്ണാവുന്ന ശിഷ്യന്മാരുണ്ട് അവിടെ. വളരെ മൗനമായിട്ട് നടുക്കൊരു വിളക്ക് കത്തുന്നുണ്ട്, കറണ്ടൊന്നുമില്ല, ഒരു വിളക്ക് കത്തുന്നുണ്ട്. ഗുർജീഫ് ഇരിക്കുന്നുണ്ട്, ഗുർജീഫിന്റെ ചുറ്റും ഈ ശിഷ്യന്മാരും ഇരിക്കുന്നുണ്ട്. നിശബ്ദമാണ് അവിടെ. പുറത്ത് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പൊ പുറത്ത് മഴ പെയ്യുന്നത് പോലെ അവിടെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നു. ആ നിശബ്ദതയിൽ ഉസ്പെൻസ്കിക്ക് ഒരുപാട് സമയം ഇരിക്കേണ്ടി വന്നു. അയാളുടെ ഉള്ളിൽ ഒരു 100 ചോദ്യങ്ങളുമായിട്ടാണ് വന്നത്. പക്ഷെ ഒരു ചോദ്യം പോലും ചോദിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. തന്റെ പാണ്ഡിത്യം ഗുരുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച് അദ്ദേഹത്തിനെ അത്ഭുതപ്പെടുത്താനും വാവ് എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുവാനും ഇത്തരത്തിലേക്കുള്ള ഔത്സുക്യം നമുക്ക് കുട്ടിക്കാലത്തുണ്ടാവും. നമുക്ക് ഈ ആധ്യാത്മികതയുടെ ആദ്യ നാളുകളിൽ നമുക്ക് ഇംപ്രസ് ചെയ്യാനുള്ള ആഗ്രഹങ്ങളൊക്കെ വരും. പിന്നീടാണ് അവിടെയൊക്കെ അടികിട്ടിയാണ് നമ്മൾ പരുവപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉസ്പെൻസ്കി വന്നത്. പക്ഷെ ഗുരു ഗൗനിച്ചതേയില്ല. അദ്ദേഹത്തിന് ദീർഘനേരം അവിടെ ഇരിക്കേണ്ടി വന്നു. എല്ലാം ഇരുന്നതിന് ശേഷം കുറേ മണിക്കൂറുകൾക്ക് ശേഷം ഒരു വെള്ള പേപ്പർ എടുത്തു ഗുർജീഫ്. കാര്യം ഉസ്പെൻസ്കി എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എത്രത്തോളം ഭാരത്തോടു കൂടിയാണ്, ഉള്ളിൽ അറിവിന്റെ ഭാരവും പേറിയാണ് തന്റെ ശിഷ്യൻ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ ഇദ്ദേഹം ശരിക്കും അർഹിക്കുന്ന ഒരു ശിഷ്യനാണെന്നും ഗുർജീഫിന് തിരിച്ചറിയാൻ സാധിച്ചു. ഗുർജീഫ് ഈ വെള്ള പേപ്പർ ഉസ്പെൻസ്കിക്ക് നൽകിയിട്ട് പറഞ്ഞു, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു, ഒരു പുറത്ത് നിങ്ങൾക്ക് അറിയാവുന്ന വിഷയങ്ങൾ എഴുതണം, മറുപുറത്ത് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത വിഷയങ്ങൾ എഴുതണം.
ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ശബ്ദിക്കാനേ പോകുന്നില്ല. അവിടെ നമ്മൾ സമയം കളയില്ല. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് എന്താണോ അത് മാത്രമായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ വെള്ള പേപ്പർ കൊടുക്കുകയാണ്. ഉസ്പെൻസ്കി പറഞ്ഞു, ഈ വെള്ള പേപ്പർ ഒന്നും പോരാണ്ട് വരും എന്നൊക്കെ ഓർത്ത് അദ്ദേഹം പേനയും ഈ പേപ്പറുമായിട്ട് എഴുതാനിരുന്നു. ആദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് വിഷയങ്ങൾ വന്നു. താൻ ഇതുവരെ പഠിച്ച ധാരാളം വിഷയങ്ങൾ മനസ്സിലേക്ക് വന്നു. അതൊക്കെ എഴുതാൻ വേണ്ടി മുതിർന്നപ്പോ അദ്ദേഹത്തിന് എവിടെയോ ഒരു തടസ്സം. ശരിക്കും ഈ വിഷയങ്ങളൊക്കെ എനിക്ക് അറിയാമോ? അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്, മനഃശാസ്ത്രത്തെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇൻ സെർച്ച് ഓഫ് ദ മിറാക്കുലസ് എന്നൊക്കെ പറഞ്ഞ ഗംഭീരമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് സ്വർഗത്തെക്കുറിച്ച് അറിയാം, നരകത്തെക്കുറിച്ച് അറിയാം, ലിബറേഷനെ കുറിച്ച് അറിയാം, ബന്ധനത്തെക്കുറിച്ച് അറിയാം. അദ്ദേഹം ആത്മീയമായി ധാരാളം വായിച്ചിട്ടുണ്ട്, ധാരാളം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എഴുതാനാണ് അദ്ദേഹം ആദ്യം പേന കയ്യിലെടുത്തത്. പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒന്നും എഴുതാൻ സാധിക്കുന്നില്ല. പേജിലേക്ക് വെക്കും, പക്ഷെ ഒന്നും എഴുതാൻ സാധിക്കുന്നില്ല. ഉസ്പെൻസ്കി ആലോചിക്കുകയാണ്, ഈശ്വര, എനിക്കിതിൽ ഏതാണ് ശരിക്കും അറിയാവുന്നത്? എനിക്ക് ഈശ്വരനെ കുറിച്ച് അറിയാമോ? എനിക്ക് സത്യത്തെക്കുറിച്ച് അറിയാമോ? എനിക്ക് മോക്ഷത്തെക്കുറിച്ച് അറിയാമോ? എനിക്ക് ബന്ധനം എന്താന്ന് പോലും അറിയില്ല. കാര്യം ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് ഡേറ്റാസ് ഉണ്ട്, എനിക്ക് വിവരശേഖരണമുണ്ട്, ഇൻഫർമേഷൻ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ മോസ്റ്റ് എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അറിവുണ്ട്. അതല്ലാതെ ഇതൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. ബന്ധനം എന്താണെന്ന് എനിക്കറിയില്ല, മോക്ഷം എന്താണെന്ന് എനിക്കറിയില്ല, ഈശ്വരാനുഭൂതി എന്താണെന്ന് എനിക്കറിയില്ല. ഒന്നും അറിയാത്ത ഞാൻ ഇതൊക്കെ അറിയാമെന്ന് എഴുതി കൊടുക്കുന്നത് നുണയാവില്ലേ? കുറേ നേരം ആ പേനയും പേപ്പറുമായിട്ടിരുന്നിട്ട് ഉസ്പെൻസ്കിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. കുറെ കഴിഞ്ഞപ്പോ ഗുർജീഫ് കാത്തിരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് അതിനകത്ത് എഴുതിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉസ്പെൻസ്കി ഔട്ടായനെ. ഉസ്പെൻസ്കിക്ക് ഒന്നും എഴുതാൻ സാധിച്ചില്ല, കണ്ണ് നിറഞ്ഞൊഴുകി. ഇങ്ങനെയാണ് ഗുരുക്കന്മാർ നമ്മളെ വിമലീകരിക്കുന്നത്. നമുക്ക് മുമ്പിൽ ഒരു കണ്ണാടി കൊണ്ടുവന്ന് വെക്കും. ആ കണ്ണാടിയിൽ നോക്കി നമ്മൾ പൊട്ടിക്കരയും, ഇതാണല്ലോ ഞാനെന്നോർത്ത്. ഉസ്പെൻസ്കി ആ പേന താഴെ വെച്ച് കണ്ണീർ വാർന്നുകൊണ്ട് ആ പേനയും പേപ്പറും ആ പാദങ്ങളിൽ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒന്നും അറിയില്ല, സത്യമായും എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ എന്നെ തന്നെ അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കും. അതായിരുന്നു അതിമനോഹരമായ ഒരു ഗുരുശിഷ്യ ബന്ധത്തിന്റെ ആരംഭം. ഇങ്ങനെ ആയിരിക്കണം ആരംഭം. ഇതാണ് സത്സംഗം. അവിടെ വന്നിരിക്കുന്ന ആ 2 മണിക്കൂർ എങ്ങാണ്ടാണ് അവിടെ വെയിറ്റ് ചെയ്തത്. ആ 2 മണിക്കൂർ ഗുർജീഫിന്റെ സാന്നിധ്യത്തിൽ ഇരുന്നപ്പോൾ ഉണ്ടായ മാറ്റമാണിത്. അപ്പൊ നമുക്ക് കുറച്ച് അതിശയോക്തിപരമായി തോന്നും, വെറുതെ ഒരാളുടെ അടുത്തിരുന്നാൽ ഇത്രയും മാറ്റം വരുമോ? അതിന് നമ്മൾ തിരുവണ്ണാമലയിലേക്ക് പോകണം. അതിന്റെ ലിവിങ് എക്സ്പീരിയൻസ് കാണണമെങ്കിൽ തിരുവണ്ണാമലയിലേക്ക് പോകണം. അവിടെ ഒരു സിദ്ധനുണ്ടായിരുന്നു, അല്ലേ? പോയ നൂറ്റാണ്ടിൽ അവിടെ ഒരു നക്ഷത്രം ജീവിച്ചിരുന്നു. ആരായിരുന്നു? രമണ മഹർഷി. ഫേസ് ടു ഫേസ് വിത്ത് രമണ മഹർഷി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ഒരു അമൂല്യമായ ഗ്രന്ഥം. എന്താണ് ആ ഗ്രന്ഥത്തിലെ വിഷയം? അദ്ദേഹത്തെ മുഖാമുഖം ദർശിച്ച 200 മനുഷ്യർ. 200 മനുഷ്യരിൽ അതിപ്രശസ്തരായവരുണ്ട്, മഹാപണ്ഡിതന്മാരുമുണ്ട്, അവിടുത്തെ തൂപ്പുകാരികൾ വരെയുണ്ട്, അവിടുത്തെ അലക്കുകാര്, വെപ്പുകാര്, സാധാരണ മനുഷ്യര്, സന്യാസിമാര്, ശാസ്ത്രജ്ഞന്മാര്, വിദേശികള്, അങ്ങനെ ധാരാളം മനുഷ്യര് ഫേസ് ടു ഫേസ് വിത്ത് രമണ മഹർഷി. ഇവർക്കെല്ലാം പറയാൻ കോമൺ ആയിട്ട്, ഞാനത് വായിച്ചു, ആ പുസ്തകത്തിന് PDF അവൈലബിൾ ആണ്. അപ്പൊ അതിൽ പലർക്കും സമാനമായ ഒരു അനുഭവം പറയാനുണ്ട്. രമണ മഹർഷി ഒരു വാക്ക് പോലും പറയണ്ട ഞങ്ങളുടെ ഉള്ളിൽ മാറ്റം വരാൻ. ഒരു വാക്കും അദ്ദേഹം പറയണ്ട. 2 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന്, അദ്ദേഹത്തിന്റെ മൗനം, ആ സാന്നിധ്യം. അദ്ദേഹം മിണ്ടാതിരുന്നാൽ മതി, ആ സാന്നിധ്യത്തിൽ ഞങ്ങളിൽ മാറ്റം സംഭവിക്കുകയാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് അറിയില്ല, കേവലം സാന്നിധ്യം മതി. 2, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ അതിന് അർഹരാണെങ്കിൽ അദ്ദേഹത്തിന്റെ നയനദീക്ഷ, അദ്ദേഹത്തിന്റെ നോട്ടം നമ്മുടെ മേൽ വന്ന് വീഴും. അതാണ് ദ മൊമെന്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ നേരെ അദ്ദേഹത്തിന്റെ ദൃഷ്ടി വരും. ആ ഒരു അനുഭവം നമുക്ക് പിടിച്ച് താങ്ങാൻ പറ്റാത്ത അനുഭവമാണ്. ഇത് പറയുമ്പോൾ എനിക്കത് ആദ്യം ഓർമ്മ വരുന്നത് ചിന്മയാനന്ദ സ്വാമിക്ക് ഉണ്ടായ അനുഭവമാണ്. ചിന്മയാനന്ദ സ്വാമി 20 വയസ്സുള്ള ചെറിയ യുവാവാണ്, യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ച പ്രായം. തനിക്ക് കിട്ടിയ ഒരു പാസുമായിട്ട് സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ട്രെയിനിൽ സൗജന്യമായി സഞ്ചരിക്കാൻ ലഭിച്ച പാസുമായി അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം അന്നേ ഒരു യാത്രികനാണ്. അങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ തിരുവണ്ണാമലയിൽ പാസ് ചെയ്ത് പോകും. അപ്പൊ അവിടെ
കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ കമ്പാർട്ട്മെന്റിന്റെ ഒരു സൈഡിലേക്ക് ചെന്ന് ജനലിൽ കൂടെ നമശിവായ അരുണാചല ശിവ അരുണാചല ശിവ എന്ന് പറഞ്ഞ് തൊഴുന്നു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എന്താണ് സംഭവിക്കുന്നത്? അതാ ആ കാണുന്ന മലയിൽ ഒരു മഹാമനുഷ്യൻ ജീവിച്ചിരിക്കുന്നു, ഒരു മഹാസിദ്ധൻ ജീവിച്ചിരിക്കുന്നു, മഹാനായ ഒരു മഹർഷി ജീവിച്ചിരിക്കുന്നു. അത് കേൾക്കാത്ത താമസം അടുത്ത സ്റ്റോപ്പിൽ, നട്ടുച്ച സമയമാണ്, അടുത്ത സ്റ്റോപ്പിൽ ട്രെയിൻ ഇറങ്ങി കാൽനടയായി ആ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം ചെന്നു. നട്ടുച്ച നേരം, അദ്ദേഹത്തിന്റെ ഡയറിയിൽ അതുണ്ട്. അവിടെ ഒരു ഓല പാകിയ കുടില് പോലെ ഒരു സംഭവം. അതിനുള്ളിലേക്ക് അദ്ദേഹം പ്രവേശിച്ചപ്പോൾ പുറത്ത് കത്തിയെരിയുന്ന സൂര്യൻ, അകത്ത് ഇരുട്ട്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ചിന്മയാനന്ദ ബാലകൃഷ്ണ മേനോൻ എന്ന് പറയുന്ന ആ യുവാവിനെ ഒന്നും കാണാൻ സാധിച്ചില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദൃശ്യം പതുക്കെ പതുക്കെ തെളിഞ്ഞു വന്നു. അദ്ദേഹം കാണുന്നത് എന്താണ്? ഒരു ചാരുകസേരയിൽ കോണകം മാത്രം ഉടുത്ത ഒരു മനുഷ്യൻ ചാഞ്ഞ് ഇരിക്കുന്നു. കുറേ മനുഷ്യര് താഴെ നിലത്ത് നിശബ്ദരായി നിശ്ചലരായി ഇരിക്കുന്നു. ഇതാണ് അദ്ദേഹം കണ്ട ദൃശ്യം. ഒട്ടും അമാന്തിച്ചില്ല, നേരെ മുമ്പിലോട്ട് പോയി. ആളുകൾക്കിടയിലൂടെ ഏറ്റവും മുന്നിലെ വരിയിലെത്തി. ബാലകൃഷ്ണ മേനോൻ അങ്ങനെയാ, പുറകോട്ടൊന്നും പോവില്ല. ഏറ്റവും മുന്നിലെത്തി അവിടെ ഇരുന്നു. ഇരുന്നിട്ട് ഈ മഹർഷിയുടെ രൂപത്തിലേക്ക് ഒന്ന് നോക്കിയതാണ് അദ്ദേഹം ചെയ്തത്. ആകെ അതുവരെ കണ്ണടച്ചിരിക്കുമായിരുന്നു മഹർഷി. ചിന്മയാനന്ദ സ്വാമി അല്ലെങ്കിൽ ബാലകൃഷ്ണ മേനോൻ അവിടെ പോയി ഇരുന്ന് മഹർഷിയുടെ മുഖത്തേക്ക് നോക്കിയ നിമിഷം രമണ മഹർഷി തന്റെ കണ്ണുകൾ തുറന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ വായിച്ചു നോക്കണം. എന്തോ ഒരു ദിവ്യപ്രകാശം എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ പോലെ, പ്രകാശം കൊണ്ടുണ്ടാക്കിയ ഒരു കഠാര എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ഉള്ളിലെ എല്ലാം തന്നെ മഹർഷിയുടെ മുമ്പിൽ വെളിവാക്കപ്പെട്ടു. എൻ്റെ വിശ്വാസമില്ലായ്മ, എൻ്റെ നൂറ് സംശയങ്ങൾ, എൻ്റെ ചാബല്യങ്ങൾ, എൻ്റെ ഭയങ്ങൾ, എൻ്റെ നിസാരതകൾ, എൻ്റെ പൊള്ളത്തരങ്ങൾ. അദ്ദേഹത്തിന്റെ ഓൺ വേർഡ്സ് ആണ്, സ്വന്തം വാക്കുകളാണ്. എൻ്റെ നിസാരതകൾ, എൻ്റെ ചിന്താകുഴപ്പങ്ങൾ, എൻ്റെ ഭയങ്ങൾ, ചിരന്തനമായ ഭയങ്ങൾ, ഇതെല്ലാം മഹർഷി കണ്ടു, മഹർഷി അറിഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ നഗ്നനായി നിന്നു. എനിക്കൊന്നും മറച്ചു പിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഏതാനും സെക്കൻഡുകൾ അത് നീണ്ടു നിന്നു. അദ്ദേഹത്തിന് തൻ്റെ ബോധത്തെ തന്നെ അത് എന്തോ ഒരു പരിണാമം സംഭവിക്കുന്നത് പോലെ തോന്നി. അദ്ദേഹം പറയാണ്, ആ ഒരു നിമിഷം ഞാനൊരു ശൂന്യതയിലേക്ക്, എൻ്റെ എല്ലാ കാപട്യങ്ങളും, എൻ്റെ ഉള്ളിലെ എല്ലാ സംഘർഷങ്ങളും എല്ലാം തന്നെ അവിടെ ഇല്ലാതാക്കുന്നതായിരുന്നു ആ പ്രകാശം. ഞാൻ ഒരു രോഗശാന്തിയിൽ എന്ന പോലെ, ഒരു രോഗമുക്തിയിലേക്ക് എന്ന പോലെ ഞാൻ മുക്തനായി ഭവിച്ചു. എൻ്റെ എല്ലാ രോഗങ്ങളും തീർന്ന, ദീർഘകാലം രോഗിയായിരുന്ന ഒരാള് രോഗശാന്തി വന്ന് പൊടുന്നനെ എഴുന്നേൽക്കുന്നത് പോലെ ഒരു അനുഭവമായിരുന്നു അത്. എന്നിലെ രോഗങ്ങളെല്ലാം പെട്ടെന്ന് ശമിച്ചു. എന്നിലെ ഭയങ്ങളെല്ലാം പെട്ടെന്ന് ശമിച്ചു. എൻ്റെ മനസ്സ് അതുവരെ അറിയാത്ത ഒരു ശാന്തസ്ഥിതിയിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് ശേഷം തപോവന സ്വാമികളെ കാണാൻ ഞാൻ ഉത്തരകാശിയിലേക്ക് പോയി. തപോവന സ്വാമികളുടെ അടുത്തിരുന്നു മാസങ്ങളോളം അദ്ദേഹത്തോടൊപ്പം ജീവിക്കുമ്പോൾ അവിടെ നിന്ന് എനിക്ക് പകർന്നു കിട്ടുന്ന അനുഭൂതികൾ ഓരോന്നും എനിക്ക് ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ടായിരുന്നു. തപോവന സ്വാമിയിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിയ എല്ലാ ആത്മീയ അനുഭൂതിയും എനിക്ക് എവിടെ നിന്നാണ് ആദ്യം ഞാൻ രുചിച്ചത്? ആ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഞാൻ രമണ മഹർഷിയിൽ നിന്ന് രുചിച്ചിരുന്നു. അങ്ങനെ ആ കുട്ടിക്കാലത്ത് എനിക്കുണ്ടായ അനുഭവം, എൻ്റെ യൗവനത്തിലേക്ക് പാദമൂന്നുന്ന ആ പ്രായത്തിൽ എനിക്കുണ്ടായ അനുഭവത്തിന്റെ ഒരു വ്യാഖ്യാനമായിരുന്നു തുടർന്നുള്ള എൻ്റെ ജീവിതം. തപോവന സ്വാമികൾ എന്ന് പറയുന്ന മറ്റൊരു മഹാഗുരു, ആ ഗുരുവിന്റെ സാന്നിധ്യത്തിലാണ് ചിന്മയാനന്ദ സ്വാമി ആകുന്നത്. അപ്പൊ ഇത് ചിന്മയാനന്ദ സ്വാമിയുടെ അനുഭവമാണ്. അതുപോലെ നിത്യചൈതന്യേതി ഇതുപോലെ കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ്, ഫിലോസഫി കഴിഞ്ഞ് അദ്ദേഹം നേരെ തിരുവണ്ണാമലയ്ക്ക് പോയി. രമണ മഹർഷിയെ കുറിച്ച് ധാരാളം വായിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ഒറേഷ്യസ് റീഡറാണ്, ധാരാളം വായിക്കും. അപ്പം അറിവിന്റെ എടുത്താ പൊങ്ങാത്ത ഭാരവുമായിട്ട് അദ്ദേഹം അവിടെ എത്തി. അദ്ദേഹത്തിന്റെ തന്നെ ഓൺ വാക്കുകളായത്, സ്വന്തം വാക്കുകളാണ്. ഒരുപാട് അഹങ്കാരവുമായിട്ടാണ് അദ്ദേഹം എത്തിയത്. അഹങ്കാരത്തോടു കൂടിയാണ് എത്തിയത്. താൻ ഒരുപാട് വിഷയങ്ങൾ തനിക്ക് അറിയാമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് എത്തിയത്. 3 ദിവസം ഞാൻ അവിടെ താമസിച്ചു. ഒരു ദിവസം പോലും മഹർഷി എന്നെ ഒന്ന് നോക്കുകട്ടെ, ഞാൻ അങ്ങനൊരു മനുഷ്യൻ അവിടെ ഉണ്ടെന്ന് കരുതുകട്ടെ ഉണ്ടായില്ല. 3 ദിവസം ഞാൻ കാത്തിരുന്നു മഹർഷിയെ ഒന്ന് കാണാൻ, മഹർഷിയോട് ഒന്ന് സംസാരിക്കാൻ. പക്ഷെ
എപ്പോഴൊക്കെ ഞാൻ മുമ്പിലേക്ക് ചെല്ലുമോ അദ്ദേഹം മുഖം തിരിച്ചിരിക്കും. എന്നെ നോക്കുകയേ ഉണ്ടായില്ല. ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു ഭാവം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്റെ ഹൃദയം നുറുങ്ങി. എനിക്ക് വേദന. ഞാൻ മറ്റൊരു വിവേകാനന്ദനാണ്. ഇത് അദ്ദേഹത്തിന്റെ വാക്കാ. നിത്യചൈതന്യം എഴുതിയേക്കുവാണ്. ഞാൻ മറ്റൊരു വിവേകാനന്ദനാകാൻ ആഗ്രഹിച്ചു ചെന്നതാണ്. രണ്ടാമത്തെ വിവേകാനന്ദൻ അല്ലെ, മറ്റൊരു വിവേകാനന്ദ സ്വാമി ആവാനുള്ള ആഗ്രഹവുമായിട്ട് ഞാൻ ചെന്നതാണ്. പക്ഷേ എന്റെ അഹങ്കാരത്തിന്റെ പത്തിക്ക് മേലാണ് അടി കിട്ടുന്നത്. എന്നെ അദ്ദേഹം ശ്രദ്ധിക്കുന്നതേയില്ല. ഒടുവിൽ നിത്യൻ അവിടെ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു. 3 ദിവസം കാത്തിരുന്നു. 3 ദിവസവും മഹർഷിയിൽ നിന്ന് അനുകൂലമായി യാതൊന്നും ഉണ്ടാവാത്തതോടുകൂടി അദ്ദേഹം പോകാൻ തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹം പോയിട്ട് കുറച്ച് മുന്തിരി വാങ്ങി അടുത്തുള്ള കടയിൽ നിന്ന്. ആ മുന്തിരി ഒരു പാക്കറ്റിലാക്കി ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് യാത്ര പറഞ്ഞു പോകാം. ഇനിയിപ്പോ എന്നെ നോക്കിയില്ലെങ്കിലും വേണ്ടില്ല, യാത്ര പറഞ്ഞു പോകാം. അതിനൊരു സമ്പ്രദായം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് പഴമൊക്കെ വാങ്ങി നേരെ മുമ്പിലെത്തി. എനിക്കത് വായിക്കുമ്പോൾ പാവം തോന്നി, സങ്കടം തോന്നി. അപ്പം മഹർഷി നിത്യചൈതന്യേതി അദ്ദേഹത്തിന്റെ മുമ്പിലെത്തി. ജയചന്ദ്ര പണിക്കർ, അന്ന് നിത്യചൈതന്യേതി ആയിട്ടില്ല, ജയചന്ദ്ര പണിക്കർ. അപ്പൊ പണിക്കര് അവിടെ എത്തി. ഈ പഴം മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന് മുമ്പിൽ നമസ്കരിച്ചു. നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിന് എന്തോ ഒന്ന് തോന്നി മുകളിലേക്ക് നോക്കി. മഹർഷി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി. എന്താണ് കാണുന്നത്? മഹർഷിയുടെ ആ വലിയ നയനങ്ങൾ തൻ്റെ നേർക്ക് വരുന്നു. അന്ന് 3 ദിവസമായി താൻ കൊതിച്ചിട്ട് സംഭവിക്കാതിരുന്നത് പോകാൻ പോയ നേരം തൻ്റെ നേരെ മഹർഷി നോക്കുന്നു. അദ്ദേഹത്തിന് അതുവരെ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾ പതുക്കെ താണ് വന്ന് ജയചന്ദ്ര പണിക്കർ എന്ന് പറയുന്ന യുവാവിൽ ക്ലിപ്തമായിട്ട് നിൽക്കുകയാണ്. അവിടെയും അദ്ദേഹം എഴുതുന്നുണ്ട്, എൻ്റെ ഹൃദയം തുളച്ചുകൊണ്ടാണ് ആ നോട്ടം പോയത്. എൻ്റെ ഉള്ളിലുള്ളതെല്ലാം എരിച്ചുകൊണ്ടാണ് ആ നോട്ടം കടന്നു പോയത്. ഇവിടെ ജയചന്ദ്ര പണിക്കർ ബോധം കെട്ട് വീഴുകയാണ്. പലരും ഇങ്ങനെ വീണിട്ടുണ്ട്. സോമർസെറ്റ് മോം, ബ്രിട്ടീഷ് എഴുത്തുകാരനായ സോമർസെറ്റ് മോമിന് ഇതേ അനുഭവം ഉണ്ടായി. അപ്പൊ ഇതൊരു കോമൺ എക്സ്പീരിയൻസ് ആണ്. ആ ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ്. ഇതാണ് സത്സംഗം എന്ന് ഇവിടെ ആര് പറയുന്നത്? ആചാര്യസ്വാമികൾ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അത് അനുഭവത്തിലൂടെ പറയുന്നത്. ബോധരഹിതനായി വീണു മഹർഷി, നമ്മുടെ നിത്യചൈതന്യേതി. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ബോധം വരുമ്പോൾ മഹർഷിയുമില്ല, ആൾക്കൂട്ടവുമില്ല. അദ്ദേഹം പെട്ടെന്ന് തട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ അടുക്കളയിൽ അവര് ഊണ് കഴിക്കാനിരിക്കുകയാണ്. മഹർഷിയും മഹർഷിയുടെ കൂടെ ഉള്ളവരും ഊണ് കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞു. എല്ലാവരുടെയും മുമ്പിൽ ഇലയുണ്ട്. മഹർഷിയുടെ തൊട്ടടുത്തുള്ള ഒരു ഇല ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പം നിത്യൻ പോയിട്ട് ഒരു ഇല എടുത്ത് ദൂരെ പോയിരുന്നു. പെട്ടെന്ന് ഒരു വെപ്പുകാരൻ വന്നിട്ട് പറഞ്ഞു, മഹർഷിയുടെ അടുത്ത് മഹർഷി വിളിക്കുന്നുണ്ടെന്ന്. നിത്യചൈതന്യക്കേതിയുണ്ട ആ അനുഭൂതി അപാരമായിരുന്നു. അദ്ദേഹം ചെന്നപ്പോ മഹർഷി പറഞ്ഞു, എൻ്റെ അടുത്തിരുന്നോ. അങ്ങനെ മഹർഷിയുടെ അടുത്തിരുന്ന് എന്നിട്ട് ആഹാരമൊക്കെ വിളമ്പിക്കൊടുത്തു. മഹർഷി വളരെ കാര്യമായി വിളമ്പിക്കൊടുത്ത് എല്ലാം കഴിപ്പിച്ചിട്ടാണ് നിത്യചൈതന്യേതി അവിടുന്ന് വിട്ടത്. ഈ അനുഭവം അദ്ദേഹത്തിന്റെ ഏറ്റവും അഗാധമായ അടിത്തട്ടിലുള്ള ഒരു അനുഭവമായി നിന്നു. ഇവിടെ നിന്ന് ഒരുപക്ഷെ ജയചന്ദ്ര പണിക്കർ നിത്യചൈതന്യേതി എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഗുരുവായി ഉള്ള പരിണാമം അവിടെ ആരംഭിച്ചു. അതാണ്, ഗുരുവിനെ സൃഷ്ടിക്കുന്നവരാണ് ശരിയായ ഗുരുക്കന്മാർ. എല്ലാ കാലവും ശിഷ്യന്മാരെ സൃഷ്ടിക്കുന്നവരല്ല, ഗുരുവിനെ സൃഷ്ടിക്കുന്നവരാണ് ഗുരുക്കന്മാർ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട. ഇനി നമ്മളുടെ ഉപനിഷത്തുകളിലേക്ക് പോയാൽ നമുക്ക് ശരിക്കും ഗുരുക്കന്മാരെ കാണാൻ സാധിക്കും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എപ്പിസോഡ് എന്ന് പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഛാന്തോക്യത്തിലാണുള്ളത്. സത്യകാമൻ എന്ന് പറയുന്ന ഒരു ശിഷ്യൻ എന്താണ് സത്യം എന്നറിയാൻ വേണ്ടി തന്റെ ഗുരുവിന്, ഗൗതമൻ എന്ന് പറയുന്ന ഗുരുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഗുരു എന്താണ് പറയുന്നത്? നിന്റെ ചോദ്യങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ, 1 വർഷം സമയം തരാം. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് കന്നുകാലികൾ, 100 കന്നുകാലികളുണ്ട്. ഈ കന്നുകാലികളുമായി നീ കാട്ടിലേക്ക് പോകണം. ഈ കന്നുകാലികളുടെ എണ്ണം 1000 ആകുമ്പോൾ നിനക്ക് തിരിച്ചു വരാം. എന്നതിന് ശേഷം നിനക്ക് എന്നോട് സംസാരിക്കാം. ഇതായിരുന്നു നിബന്ധന. അങ്ങനെ സത്യകാമൻ ചോദ്യം ചോദിക്കാൻ അനുവാദം ലഭിക്കാതെ ഈ പറയുന്ന കന്നുകാലികളുമായിട്ട് കാട്ടിലേക്ക് പോവുകയാണ്. അവൻ അവിടെ കാലികളെ മേയിച്ച് കാത്തിരുന്നു. അറിയാമോ, സത്യകാമൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, സ്വന്തമായിട്ട് കുറേയേറെ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം. അതിന്റെ ഒരുപാട് ശിരോഭാരവുമായിട്ടാണ് അദ്ദേഹം നടന്നിരുന്നത്. പക്ഷെ ഒരു യഥാർത്ഥ ഗുരു ഒരിക്കലും നമ്മുടെ അഹങ്കാരത്തെ പ്രോത്സാഹിപ്പിക്കില്ല.
നമ്മുടെ അഹങ്കാരം എന്ന് പറയുന്നതിനെ അടിയോടെ വേരോടെ പിഴുതെറിയാനേ അവർക്കറിയാം. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്, ഗുരുക്കന്മാരുടെ രീതിയുണ്ട്. അത് മാത്രമേ അവർ നോക്കുള്ളൂ. അഹങ്കാരത്തിൽ നിന്ന് നമ്മളെ മുക്തരാക്കി സത്യത്തിലേക്ക് കൊണ്ടുപോകാന്നുള്ള ഒരൊറ്റ പരിഗണനയെ അവർക്ക് മുമ്പിലുള്ളൂ. വേറെ ഒന്നും അവരുടെ മുമ്പിലില്ല. അതിനിടയിൽ നമുക്ക് ഇനി മരണം തന്നെ വന്ന് ഭവിച്ചാലും, ഈ സെൻ ഗുരുക്കന്മാരൊക്കെ എങ്ങനെയാ, നമുക്ക് അതിനിടയ്ക്ക് മരണം തന്നെ ഭവിച്ചാലും അവർക്ക് ഖിന്നതയില്ല. കാര്യം സത്യത്തിലേക്കുള്ള യാത്രയിൽ മരണത്തെ തന്നെ നേരിടാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. അഹങ്കാരത്തെ യാതൊരു തരത്തിലും അവർ പ്രോത്സാഹിപ്പിക്കുകയില്ല. സത്യകാമൻ ധാരാളം പഠിച്ച വ്യക്തിയായിരുന്നിട്ട് പോലും ചോദ്യം ചോദിക്കാൻ അനുവാദം ലഭിച്ചില്ല. പകരം ഈ കന്നുകാലികളുമായി കാട്ടിലേക്ക് പോകാനാണ് ആവശ്യപ്പെട്ടത്. അറിയാലോ, കന്നുകാലികൾക്ക് ഒരു അറിവുമില്ല. അവർക്ക് സംസ്കൃതമോ മറ്റൊരു ഭാഷയും തന്നെ അവർക്കറിയില്ല. അവർക്ക് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, വിശ്രമിക്കണം, പിന്നെ പ്രോജനിയിൽ ഏർപ്പെടണം, അടുത്ത ജനറേഷനെ സൃഷ്ടിക്കണം. ഇത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങളുമായിട്ട് ഈ കന്നുകാലികൾ ജീവിക്കുകയാണ്. അവർക്ക് അവർ പ്രഭാതം വരുന്നു, അവർ മേയുന്നു, അവർ അതിനുശേഷം പോയിരുന്ന് അയവെട്ടുന്നു, വെള്ളം കുടിക്കുന്നു, കിടക്കുന്നു, എഴുന്നേൽക്കുന്നു, അമ്മ കുഞ്ഞിനെ നക്കി തോർത്തുന്നു, കുഞ്ഞ് അമ്മയെ വിളിക്കുന്നു, അമ്മ കുഞ്ഞിനടുത്തേക്ക് വരുന്നു. ഇങ്ങനെയുള്ള സാധാരണത്വത്തിലൂടെ ജീവിതം മുമ്പോട്ട് പോയി. അങ്ങനെ പോകെ 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 നമ്മുടെ സത്യകാമന് ഒന്നും ചോദിക്കാനുമില്ല, ഒന്നും പറയാനും സംസാരിക്കാനും ഒന്നും ആരുമില്ല അവിടെ. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും വാക്കുകളും ഭാഷകളും അറിവുകളും പതുക്കെ 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 തിരയടങ്ങിക്കൊണ്ടിരുന്നു. വാക്കുകളുടെയും ആശയങ്ങളുടെയും സംശയങ്ങളുടെയും ചോദ്യങ്ങളുടെയും വലിയ വലിയ തിരമാലകൾ മനസ്സിൽ അടങ്ങിക്കൊണ്ടിരുന്നു. അദ്ദേഹം നോക്കുമ്പോൾ അവിടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ സത്യം വെറുതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ സത്യം? തന്റെ കൺമുമ്പിൽ കാണുന്നു. സൂര്യൻ ഉദിക്കുന്നു, കാലികൾ മേയുന്നു, പക്ഷികൾ പാടുന്നു, പുഴ ഒഴുകുന്നു, കാറ്റ് വീശുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, രാത്രി വരുന്നു, നക്ഷത്രാങ്കിതമായ വാനം, രാവിന്റെ സൗന്ദര്യം, രാവിന്റെ സംഗീതം. ഇത് മാത്രമാണ് അദ്ദേഹത്തിന് കേൾക്കാനുള്ളത്. ഒരു മനുഷ്യന്റെ പോലും ശബ്ദമില്ല, വാക്കുകളില്ല, ഒന്നും തന്നെ ഇല്ല. മനുഷ്യൻ കണ്ടുപിടിച്ച ഒന്നും അവിടെയില്ല. ആ ഏകാന്തതയിൽ അദ്ദേഹത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിലെ മനസ്സടങ്ങുകയാണ്, ചോദ്യങ്ങൾ അടങ്ങുകയാണ്, ശാന്തമായിക്കൊണ്ടിരുന്നു. അഹംഭാവം താനേ ഇല്ലാതായിക്കൊണ്ടിരുന്നു. മറ്റൊരാളുള്ളപ്പോൾ, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഈഗോ എക്സിസ്റ്റ് ഇൻ ബിറ്റ്വീൻ യു ആൻഡ് മീ, സംവെയർ ഇൻ ബിറ്റ്വീൻ യു ആൻഡ് മീ. ഈഗോ എവിടെയാണ് നിൽക്കുന്നത്? നിനക്കും എനിക്കും ഇടയിലാണ് ഈഗോ. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാൻ ഒരു വലിയ അർത്ഥത്തിൽ അതിൽ നിന്ന് മോചിതനാണ്. എന്നിലെ ഈഗോ പ്രവർത്തിച്ചു തുടങ്ങുന്നത് എനിക്ക് ഓപ്പോസിറ്റ് ഒരാൾ വരുമ്പോഴാണ്, മറ്റൊരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ അഹംബോധം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഇവിടെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. തൊട്ട മുമ്പിലിരിക്കുന്നത് പശുക്കളാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, പശുക്കൾ. അപ്പം മറ്റൊരു പശുവിനെ പോലെ, മറ്റൊരു നാൽക്കാലിയെ പോലെ, അല്ലെങ്കിൽ മറ്റൊരു സാധാരണ ജീവിയെ പോലെ സത്യകാമൻ ജീവിച്ചു. ഈ കന്നുകാലികൾ 1000 എന്നിട്ട് സത്യകാമൻ അത് അറിയുന്നില്ല. അദ്ദേഹത്തിന് ചോദ്യങ്ങളില്ല. അദ്ദേഹം ആ പ്രകൃതിയിൽ ലയിച്ച്, സൗന്ദര്യത്തിൽ ലയിച്ച് ജീവിക്കുകയാണ്. ആ വർത്തമാനകാല അനുഭൂതിയിൽ മുഴുകി ജീവിക്കുകയാണ്. ഓർമ്മകളില്ല, പ്രതീക്ഷകളില്ല, വർത്തമാനകാലം മാത്രം. അപ്പോ അതിലൊരു പശു പറഞ്ഞു എന്നാ പറയുന്നത്, സത്യകാമ, ഞങ്ങൾ 1000 ഗുരു കാത്തിരിക്കുന്നു, വേഗം ചെല്ലൂ എന്ന് അവസാനം പശുവിന് പറയേണ്ടി വന്നു എന്നാ പറയുന്നത്. ഉപനിഷത്തിൽ അങ്ങനെയാ പറയുന്നത്. കൂട്ടത്തിൽ ഒരു പശു വന്ന് പറഞ്ഞു, അമ്മ പശു വന്ന് പറയാണ്, സത്യകാമ, കുഞ്ഞെ, മോനെ, ഞങ്ങൾ 1000 പേരായി, ഇനി നമുക്ക് തിരിച്ച് ഗുരുവിന്റെ അടുത്തേക്ക് പോകൂ, നിന്നെ കാത്ത് ഗുരു ഇരിക്കുന്നു. അപ്പോഴാണ് സത്യകാമൻ അത് ഓർത്തത്. ഓ, ഇങ്ങനൊരു ഉടമ്പടി പോലും ഞങ്ങൾക്കിടയിലുണ്ട് എന്ന് അദ്ദേഹം അപ്പോഴാണ് ഓർത്തത്. അവസാനം ഈ 1000 പശുക്കളുമായി അദ്ദേഹം തിരികെ ഗുരുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഗുരു ദൂരെ നിന്ന് ഇയാളെ നോക്കുകയാണ്. ഗുരു കാത്തിരിക്കുകയാണ്, ശിഷ്യനെ കാത്തിരിക്കുകയാണ്. അപ്പം 1000 പശുക്കളും സത്യകാമനും വരുന്നതല്ല ഗുരു കാണുന്നത്. 1001 സാധാരണത്വം നടന്നു വരുന്നു. ഒരസാധാരണത്വം ഇല്ല, ഒരു ഗർവുമില്ല, ഒരു അഹംബോധവും അവിടെയില്ല. 1001 സാധാരണത്വം, സാധാരണ ജീവികൾ തൻ്റെ കുടിലിനെ ലക്ഷ്യമാക്കി നടന്നു വരുന്നു. സത്യകാമൻ വന്ന് മുമ്പിൽ നമസ്കരിച്ച് നിന്നു. എന്നിട്ട് ചോദിച്ചു ഗുരു, ഇപ്പോൾ നിന്നെ അലട്ടുന്ന എന്തെങ്കിലും ചോദ്യം നിന്റെ ഉള്ളിലുണ്ടോ എന്ന് ചോദിച്ചു. സത്യകാമൻ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ മനസ്സ് ശാന്തമാണ്, ഇനി എനിക്ക് നിന്നിലേക്ക് സത്യത്തെ പകർന്നു നൽകാൻ കഴിയും, വളരെ പെട്ടെന്ന് കഴിയും. മുമ്പ് കഴിയില്ലായിരുന്നു എന്നല്ല അതിനർത്ഥം, പക്ഷെ ഇതായിരുന്നു നിന്നിലെ പാത്രം ശൂന്യമാക്കാൻ അദ്ദേഹത്തിന്. അതാണ് പറഞ്ഞത്, ഓരോ ഗുരുക്കന്മാർക്കും ഓരോ രീതിയാണ്.
നമ്മുടെ മനസ്സെന്ന് പറയുന്ന പാത്രത്തെ ശൂന്യമാക്കിയെങ്കിലേ അതിലേക്ക് ഒഴിക്കാൻ പറ്റൂ. നിറഞ്ഞു നിന്ന ഒരു പാത്രത്തിലേക്ക് ചോദ്യങ്ങൾ കൊണ്ടും അറിവുകൾ കൊണ്ട് നിറഞ്ഞു നിന്ന ഒരു പാത്രത്തിലേക്ക് എനിക്ക് ഒന്നും പകരാൻ സാധിക്കുകയില്ല. ആ പാത്രം ഒഴിയണം. അതിന് ചോദ്യങ്ങളും അറിവുകളും ഇതുവരെ സംഭരിച്ചതെല്ലാം ഗുർജീഫ് ആ കടലാസ് എടുത്ത് കൊടുത്തിട്ട് എഴുതാൻ പറഞ്ഞതുപോലെ അത് ഗുർജീഫ് നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം എഴുതി തരാൻ പറഞ്ഞിട്ട് അവസാനം കരഞ്ഞുകൊണ്ട് ഒഴിഞ്ഞൊരു പേപ്പർ തിരിച്ചു കൊടുത്തില്ലേ? അതുപോലെയാണ് ഇതും. ഉപനിഷത്ത് കാലത്ത് എന്താണോ സംഭവിച്ചത്, ഒരു ശരിയായ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ അത് തന്നെ സംഭവിക്കും ഇപ്പോഴും. ശരിയായ ഗുരുവായിരിക്കണം, ശരിയായ ശിഷ്യനായിരിക്കണം. ആ ഒരൊറ്റ നിബന്ധനയെ അവിടെ ഉള്ളൂ. അങ്ങനെ സത്യകാമൻ അറിവിനെ സ്വീകരിക്കുകയാണ്. അദ്ദേഹം അതായി തീരുകയാണ്. ഇതാണ് സത്സംഗം. സത്സംഗം എന്ന് പറയുന്നത് ഇതാണ്. ഇതിലൂടെയാണ് നമ്മൾ പരിവർത്തനപ്പെടുന്നത്. ഇങ്ങനെ ഒരു സത്സംഗത്തെ കുറിച്ചാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ആചാര്യസ്വാമികൾ എന്താണ് പറഞ്ഞത്? സത്സംഗത്വേ നിസ്സംഗത്വം. സത്സംഗത്തിൽ നിന്ന് നിസ്സംഗത്വം സംഭവിക്കുന്നു. രണ്ടാമത്തെ വാക്ക് വരുന്നു. എന്താണ് നിസ്സംഗത്വം? നമ്മൾ എന്തൊക്കെ പഠിച്ചു? സംഘം പഠിച്ചു, ദുസ്സംഗം പഠിച്ചു, സത്സംഗം പഠിച്ചു. ഇതാ നാലാമതൊരു വാക്ക്, നിസ്സംഗത്വം. ഇത് കുറച്ച് വ്യത്യസ്തമായ വാക്കാണ്. വാക്കുകൾ കണ്ടുപിടിക്കാൻ നമ്മളുടെ പൂർവികരെ കഴിഞ്ഞിട്ടുള്ളൂ. ഓരോ സൂക്ഷ്മമായ പ്രതിഭാസങ്ങൾക്കും വാക്കുകൾ കണ്ടുപിടിച്ചു. ഇംഗ്ലീഷിലൊന്നും അത്രയൊന്നുമില്ല. ഇംഗ്ലീഷിലൊക്കെ ബേസിക് ആയിട്ടുള്ള വാക്കുകളാണുള്ളത്. പക്ഷെ സംസ്കൃതത്തിൽ പറയുന്ന പല വാക്കുകളും നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പറ്റില്ല, മറ്റൊരു ഭാഷയിലേക്കും മാറ്റാൻ സാധിക്കുകയില്ല. കാര്യം ഓരോന്നിനും ഓരോ ഭാഷയുണ്ടായിരുന്നു. ഓരോ വാക്കുകൾ കണ്ടെത്തിയിരുന്നത് തപസ് ചെയ്ത് കണ്ടെത്തുന്നത് പോലെ. നിസ്സംഗത്വം. എന്താണ് നിസ്സംഗത്വം? സംഘമില്ലായ്മ തന്നെയാണത്, ഒട്ടലില്ലായ്മ തന്നെയാണത്. ഒന്നിനോടും ഒട്ടലില്ലാത്ത ഒരു അവസ്ഥ, നിസ്സംഗത്വം. നിസ്സംഗത്വം വാസ്തവത്തിൽ ഒരു വാക്കല്ല. നിസ്സംഗത്വം ഒരു അനുഭൂതിയാണ്. ഒന്നിനെ തുടർന്ന് വരുന്ന ഒരു അനുഭൂതി. സത്സംഗം, ശരിയായ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുമ്പോൾ, ശരിയായ രീതിയിൽ ചിന്തിക്കാൻ പരിശീലിപ്പിക്കപ്പെടുമ്പോൾ, അഹംബോധം നമ്മളെ വിട്ടു പോകുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്ന ജീവിതത്തിന്റെ ഒരു അസ്തിത്വത്തിന്റെ ഒരു ഭാഗമാണ് നിസ്സംഗത്വം എന്ന് പറയുന്നത്. രണ്ടു കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന, നട്ടെല്ല് നിവർത്തി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരേ ഒരു ജീവിയായ മനുഷ്യന് സത്സംഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യ മേധയ്ക്ക് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്, ഒരു അവസ്ഥ എന്ന് പോലല്ല, ഒരു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു സ്ഥായി ഭാവമാണത്. നമ്മൾ അത് കണ്ടെത്തണം, കുഴിച്ചു ഖനനം ചെയ്ത് കണ്ടെത്തണം. നമ്മളുടെ സ്ഥായി ഭാവം തന്നെയാണത്. എന്താണത്? നിസ്സംഗത്വം. നിസ്സംഗത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലാകും. നോൺ അറ്റാച്ച്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം. അറ്റാച്ച്ഡ് അല്ലാത്ത അവസ്ഥ. എന്നാൽ പൂർണ്ണമായിട്ടും നമ്മൾ അലൂഫാണോ, നമ്മൾ അതിൽ നിന്ന് വേറിട്ടതാണോ? അതുമല്ല. നിസ്സംഗത എന്ന് മലയാളത്തിലൊക്കെ പറഞ്ഞാൽ യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരു നെഗറ്റീവ് അവസ്ഥയാണ്. പക്ഷെ സംസ്കൃതത്തിലെ നിസ്സംഗത്വം അതല്ല, അല്ലെങ്കിൽ ആധ്യാത്മികതയിലെ നിസ്സംഗത്വം അതല്ല. മലയാളത്തിൽ അയാൾ വളരെ നിസ്സംഗനായിട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒന്നിലും താല്പര്യമില്ലായിരുന്നു എന്നാണ് അർത്ഥം. പക്ഷെ സംസ്കൃതത്തിൽ അല്ലെങ്കിൽ ആധ്യാത്മികതയിൽ നിസ്സംഗത്വം എന്ന് പറഞ്ഞാലോ, വളരെ ഊർജ്ജസ്വലമായി ഇടപെടുമ്പോൾ തന്നെ, ഭൗതികമായി വളരെ ഊർജ്ജസ്വലമായി ഒരു സ്ഥലത്ത് ഇടപെട്ടുകൊണ്ടിരിക്കെ മനസ്സുകൊണ്ട് അതിൽ പെട്ടുപോകാതെ നിർമുക്തനായിരിക്കുന്ന അവസ്ഥയാണിത്. ഇതിനാണ് നിസ്സംഗത്വം എന്ന് പറയുന്നത് ശരിക്കും. അതായത് ഒന്നെങ്കിൽ നമ്മൾ മാറി, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് മുതലക്കൂപ്പ് നടത്തി. ഇങ്ങനെ രണ്ടവസ്ഥകളെ നമുക്ക് പരിചയം. ഒന്നെങ്കിൽ നമ്മൾ ഭൗതികത്തിലേക്ക് അങ്ങോട്ട് ആണ്ട് മുങ്ങും, അതല്ലെങ്കിൽ നമ്മൾ ദൂരോട്ട് ഓടി രക്ഷപ്പെടും, ഹിമാലയത്തിലൊക്കെ പോയി ഇരുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. ഈ രണ്ടവസ്ഥകൾ, ഈ രണ്ട് എക്സ്ട്രീമുകളും അല്ല, ഈ രണ്ടഗ്രങ്ങളിലും അല്ല അതിരിക്കുന്നത്. പിന്നെയോ, എവിടെയാണോ നമ്മൾ ഉള്ളത് അവിടെ തന്നെ നിന്നുകൊണ്ട്, എവിടെയാണോ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ ഇടപെട്ടുകൊണ്ട് മനസ്സിനെ മുക്തമാക്കുന്ന ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നിസ്സംഗത്വം. അത് സത്സംഗത്തെ തുടർന്നാണ് അത് വരുന്നത്.
ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിലാണ് അത് സംഭവിക്കുന്നത്. മനസ്സടങ്ങുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. നിസ്സംഗത്വം. നമ്മൾ അറിയാതെ തന്നെ മുക്തനായിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഗംഭീരമായി അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക്, സാധന ചെയ്യുന്ന ഒരാള് ഓഫീസ് ജോലി ചെയ്യുകയാണെന്നിരിക്കട്ടെ, അയാൾ നിസ്സംഗത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ഒരു പരിധിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അയാളായിരിക്കും ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്യുന്നത്. അവിടെ ഏറ്റവും നന്നായിട്ട് ഒരു വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഉള്ളിൽ നിസ്സംഗതയുള്ള ഒരു മനുഷ്യനായിരിക്കും. ഇപ്പം എല്ലാവരും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, സ്വന്തം മകനെ സർജറി നടത്താൻ ഒരു ഡോക്ടർക്ക് സാധിക്കില്ല. എന്താണ് അവിടെ? അവിടെ നിസ്സംഗതയില്ല. നിസ്സംഗതയുണ്ടെങ്കിൽ മാത്രമേ സർജറി നടത്താൻ സാധിക്കുകയുള്ളൂ. സ്വന്തം മകനെ സർജറി നടത്താൻ എത്ര വലിയൊരു അച്ഛനും എത്ര നല്ല ഡോക്ടർക്കും സാധിക്കുകയില്ല. കാര്യം അവിടെ സംഘം വരും, ഒട്ടൽ വരും. ഒട്ടൽ വന്നാൽ കൈ വിറയ്ക്കും. നൂറുകണക്കിന് സർജറി നടത്തിയ ഡോക്ടർക്കും കൈ വിറയ്ക്കും സ്വന്തം മകന്റെ നെഞ്ചിലേക്ക് കത്തിവെക്കാൻ. പക്ഷെ മറ്റൊരു ഡോക്ടർക്ക് അത് നിസ്സാരമായി ചെയ്യാൻ പറ്റും. കാര്യം അവിടെ നിസ്സംഗതയുണ്ട്, ഒട്ടലില്ല. അത് എവിടെയൊക്കെ ഒട്ടലില്ലയോ അവിടെയൊക്കെ നല്ല കർമ്മം സംഭവിക്കും. ഇത് കർമ്മയോഗത്തിന്റെ ഒരു ഇൻവേഴ്സ് ആയിട്ടുള്ള തിരികെയുള്ള ഒരു പ്രക്രിയയാണ്. ഒട്ടലില്ലാതെ നിന്നാൽ നമുക്ക് എല്ലാ കർമ്മങ്ങളും മനോഹരമായി ചെയ്യാൻ പറ്റും. ഒട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ പലയിടത്തായിട്ട് നമ്മളെ പിടിച്ചു കെട്ടും. അതാണ് ഈ ലോകത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അച്ഛന്മാരും ഒക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. നിസ്സംഗത എന്ന് പറയുന്ന കല പരിശീലിച്ചിട്ടില്ല. നിസ്സംഗതയില്ലാത്ത ഒരാൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെ ഒട്ടിപ്പോകും. അപ്പം ഏറ്റവും മനോഹരമായ കർമ്മം സംഭവിക്കുന്നത് നിസ്സംഗത പരിശീലിച്ച വ്യക്തിയിൽ നിന്നാണ്, മനുഷ്യനിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമാണിത്. ഇത് വീട്ടിൽ പോലും നമ്മളിത് പരിശീലിക്കണം. വീട്ടിലും പരിശീലിക്കാം, ജോലി സ്ഥലത്തും പരിശീലിക്കാം. കാര്യം നമ്മൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഉള്ളിൽ നിസ്സംഗത പുലർത്തുമ്പോഴാണ്. ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നത് നിസ്സംഗത്വം എന്ന് പറയുന്ന ശരിയായ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ്. അപ്പോഴാണ് നമ്മുടെ മനസ്സ് ഏകാഗ്രമായിരിക്കും, നമ്മുടെ മുഴുവൻ ഊർജവും അവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് ആകട്ടെ എന്ന് നമ്മൾ വിചാരിച്ചാൽ ആ ഊർജം മുഴുവൻ തന്നെ സ്നേഹമായി ഒഴുകും. പക്ഷെ നമുക്ക് ഒട്ടലുണ്ടാവില്ല. അത് കർമ്മമാകട്ടെ എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് മുഴുവൻ കർമ്മമായി ഒഴുകും. അവിടെയും ഒട്ടലുണ്ടാവില്ല. അതായത് നമ്മുടെ മുഴുവൻ ഊർജവും നമ്മുടെ മുഴുവൻ സ്നേഹവും നമ്മുടെ മുഴുവൻ കഴിവുകളും നമ്മൾക്ക് അധീനമാകുന്ന അവസ്ഥയാണത് നിസ്സംഗത്വം. അത് സാധനയിലൂടെ വരുള്ളൂ, പെട്ടെന്ന് വരില്ല. പക്ഷെ സാധനയിലൂടെ നമ്മൾ എത്തുന്ന ഒരവസ്ഥയാണത്. സത്സംഗത്തെ നിസ്സംഗത്വം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് കടന്നു പോകേണ്ട ചില സാധനാ മാർഗങ്ങളുണ്ട്, സാധനാ പഥങ്ങളുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഈ നിസ്സംഗതയിലേക്ക് എത്തും. രാമകൃഷ്ണദേവൻ ആവർത്തിച്ച് പറഞ്ഞത് നിങ്ങൾ നിസ്സംഗത പരിശീലിക്കൂ എന്നായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് നീ സംഘം ത്യജിക്കൂ എന്നാണ് പറഞ്ഞത്. സംഘം ത്യജിച്ചുകൊണ്ട് യുദ്ധം ചെയ്യൂ എന്നാണ് പറഞ്ഞത്. കൃഷ്ണൻ ഒരു ആഗ്രഹവും ഇല്ല. അർജുനൻ പ്രതികാരദാഹിയായ ഒരു അർജുനെ സൃഷ്ടിക്കാൻ കൃഷ്ണൻ ഒരാഗ്രഹവും ഇല്ല. അതല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ആവശ്യമില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി അർജുനൻ. തേർത്തട്ടിൽ തളർന്നിരിക്കുന്ന അർജുനനോട് ഒരേ ഒരു വാക്ക്, നിന്റെ ഭാര്യയെ വസ്ത്രാക്ഷേപം ചെയ്ത് പൊതുമധ്യത്തിൽ അപമാനിച്ച കൗരവരെ വധിക്കൂ അർജുന എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞാൽ 18 ദിവസം വേണ്ട, ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം തീരും. അർജുനൻ പോയി എല്ലാവരെയും കൊല വിളിക്കും. അങ്ങനെ ഒരു അർജുനനെ കൃഷ്ണൻ ആവശ്യമില്ല. അങ്ങനെ ഒരു അർജുനനെ ഈ ലോകത്തിന് ആവശ്യമില്ല. അങ്ങനെ ഒരു അർജുനനെ കൊണ്ട് ധർമ്മവും പുലരണ്ട ഇവിടെ, അല്ലേ? പാണ്ഡവര് ജയിച്ചാലേ ധർമ്മം പുലരുകയുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു പ്രതികാരദാഹിയായ ഒരു കൊലയാളിയെ അല്ല ധർമ്മം നിലനിർത്തേണ്ടത്. പകരം നിസ്സംഗത പരിശീലിച്ച യഥാർത്ഥ ക്ഷാത്രവീര്യമുള്ള ഒരു യോദ്ധാവാണ് ധർമ്മത്തെ നിലനിർത്തേണ്ടതെന്നുള്ള കൃഷ്ണന്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ഭഗവത്ഗീത വന്നത്. നമ്മളത് മനസ്സിലാക്കണം. ഭഗവത്ഗീത വെറുതെ ഒരു ഗ്രന്ഥമല്ലത്. അർജുനനെ പ്രകോപിപ്പിക്കാൻ വളരെ നിസ്സാരമായിട്ട് സാധിക്കും. ക്ഷത്രിയനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇത് പ്രതികാരം എന്നുള്ള ഒറ്റ വാക്കില്, പ്രതികാര ചിന്ത കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാൻ സാധിക്കും. പറഞ്ഞിട്ടില്ല. ഭഗവത്ഗീത മുഴുവൻ എടുത്തു വെച്ച് നോക്ക്, ഒരു വാക്ക് പോലും ഇല്ല. അത് നീ കഴിഞ്ഞത് ഓർത്തിട്ട് യുദ്ധം ചെയ്യുമെന്ന് പറയുന്ന ഒന്നുമില്ല അതിലെല്ലാം പറയുന്നത് സംഘം ത്യജിക്കൂ. നീ ഒരു നിമിത്തം മാത്രമാകൂ. നിന്നിലൂടെ ഈ കർമ്മം, ഈ ഊർജം ഒഴുകിപ്പോട്ടെ. നിന്നെ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഒരു വില്ലാളിയായിട്ട്, യോദ്ധാവായിട്ടാണ്. ധർമ്മത്തിന്റെ കാവൽഭടനാണ് നീ. നിന്റെ ഊർജം നീ ഒഴുക്കി വിടൂ. നീ അത് പിടിച്ചു വെക്കല്ല. അത് നിന്റെ അധികാരമല്ല. നാളെ നിനക്ക് പോലും ഈ ഊർജം ഉണ്ടാവില്ല, അല്ലേ? അർജുനൻ പരാജയപ്പെടുന്നത് നമ്മൾ മഹാഭാരതത്തിൽ കാണുന്നില്ലേ? മഹാഭാരതത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ
ആരെയും രക്ഷിക്കാൻ സാധിക്കാതെ, ഗാന്ധീവം പിടിച്ചുയർത്താൻ പോലും സാധിക്കാതെ അർജുനൻ ദുർബലനായി പോകുന്നില്ലേ? അതാണ്, ഒരു പരിധി കഴിഞ്ഞാൽ ഈ പ്രതിഭയും ഈ പ്രപഞ്ചം അനുഗ്രഹിച്ച സിദ്ധികളും നമ്മളിൽ നിന്ന് പോകും. നമ്മുടെ സ്വന്തമൊന്നും അല്ലത്, അടുത്ത തലമുറയിലേക്ക് ഇത് ഒഴുകിപ്പോകും. അല്ലാണ്ട് പ്രപഞ്ചം നമ്മളിലേക്ക് കടന്നു വന്നതാണ്. നമ്മുടെ സ്വത്വം, നമ്മുടെ പൈതൃക സ്വത്തൊന്നും അല്ലത്. നമ്മളിൽ എന്തൊക്കെ കഴിവുകൾ ഉണ്ടായാലും അതൊരു കാലത്തിന്റെ പരിധിക്കുള്ളിൽ മാത്രമുള്ളതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് നമുക്ക് യാതൊരു സ്വാധീനവും ഉണ്ടാവുകയില്ല. വളരെ ദുർബലനായി നിൽക്കുന്ന ഒരു അർജുനനെ നമുക്ക് അവസാനങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ അർജുനനോട് പറയുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ ഊർജ്ജം നിന്നിലേക്ക് ഒഴുകി എത്തി നിൽക്കുകയാണ്, അതിനെ നീ തടയരുത്, അത് ഒഴുകി പോട്ടെ. ഈ ധർമ്മം വിജയിക്കണമെങ്കിൽ നീ യുദ്ധം ചെയ്യണം. അർജുനനെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന് അർജുനനിലൂടെ ചിലത് സാധിക്കാനുണ്ട്. നീ അതിനൊരു നിമിത്തം മാത്രമായിട്ട് നിൽക്കൂ, ഞാൻ കൂടെയുണ്ട്. ഞാൻ പറയുന്നത് കേട്ട് ഒരു നിമിത്തം മാത്രമായിട്ട് നീ എൻ്റെ അടുത്ത് നിൽക്കൂ. നമ്മൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കപ്പെടട്ടെ, അതിനുള്ളതാണ് എന്ന മനോഹരമായ ആശയമാണ്. അതിമനോഹരം, അതിഗഹനം. അതായിരുന്നു ഭഗവാൻ പറഞ്ഞത്. ഇത് തന്നെ രാമകൃഷ്ണദേവൻ, നമ്മളാരും യോദ്ധാക്കളല്ല, നമ്മളാരും ക്ഷത്രിയരല്ല, നമുക്ക് മുമ്പിൽ അങ്ങനെ ഒരു ശത്രുക്കളുമില്ല. പക്ഷെ നമുക്ക് ദൈനംദിന ജീവിതമുണ്ട്. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇത് എങ്ങനെയാണ് പ്രയോഗിക്കുക? ഈ നിസ്സംഗത എങ്ങനെ പരിശീലിക്കും? അവിടെ ശ്രീകൃഷ്ണനല്ല നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. ശ്രീകൃഷ്ണൻ വരുന്നത് അർജുനന്റെ ഒക്കെ അടുത്തേക്കാണ്. നമ്മളുടെ അടുത്തേക്ക് ആര് വരും? നമ്മളുടെ അടുത്തേക്ക് രാമകൃഷ്ണദേവൻ വരും. ശ്രീകൃഷ്ണൻ വന്നില്ലെങ്കിൽ രാമകൃഷ്ണദേവൻ വരും. ഭഗവാൻ എന്താണ്? അമൃതാനന്ദമയി അമ്മ വരും. അവരൊക്കെ ഭഗവാൻ എന്താ പറയുന്നത്? രാമകൃഷ്ണദേവൻ എന്താ പറയുന്നത്? രാമകൃഷ്ണദേവൻ പറയുന്നു, നിങ്ങൾ വലിയ വീട്ടിലെ വേലക്കാരിയെ പോലെ ജീവിക്കൂ. ശരിക്കും 5000 വർഷം മുമ്പ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ അതേ വാചകം, നീ സംഘം ത്യജിച്ച് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞ അതേ വാചകം. പക്ഷേ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണ്. എന്താണ് പറയുന്നത്? കുഞ്ഞെ, നീ വലിയ വീട്ടിലെ വേലക്കാരിയെ പോലെ ജീവിക്കൂ. നീ എല്ലാ ജോലി, വലിയ വീട്ടിലെ വേലക്കാരി എങ്ങനെയാ ജീവിക്കുന്നേ? ആ വീട്ടിലെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതും. ആ വീട്ടിലെ കുഞ്ഞിനെ കുളിപ്പിക്കും, അവനെ വസ്ത്രം ധരിപ്പിക്കും, അവന് എല്ലാം കൊടുക്കും, എൻ്റെ മോൻ സുഖമായി ഇരിക്കൂ എന്നൊക്കെ പറയും. അപ്പോഴും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ബോധ്യമുണ്ട്. എന്താണ് ആ ബോധ്യം? ഇതെന്റെ അല്ല, ഇദം ന മമ. ഇതാണ് രഹസ്യം. ഇതാണ് രഹസ്യം. ഇത് ഗീതയാണ്, ഭഗവത്ഗീതയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇദം ന മമ. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോണം, ഇത് നമ്മുടെ അല്ല. നമ്മുടെ കുഞ്ഞ് എവിടെയാണ്? ദൂരെ ഗ്രാമത്തിലുണ്ട് എൻ്റെ കുഞ്ഞ്. അപ്പൊ മനസ്സ് ആ കുഞ്ഞില്, മുഴുവൻ കർമ്മവും ഈ കുഞ്ഞില്. ഇത്രയേ ഉള്ളൂ ഭഗവത്ഗീത. സംഘം ത്യജിച്ച് യുദ്ധം ചെയ്യൂന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞത് രാമകൃഷ്ണദേവൻ പറഞ്ഞ്, വലിയ വീട്ടിലെ വേലക്കാരിയെ പോലെ ജീവിക്കൂ. ഇവിടെ സ്വന്തം കുഞ്ഞിന്റെ സ്ഥാനത്ത് ആരാണുള്ളത്? ഭഗവാൻ. നമ്മൾ ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് എന്ത് ജോലിയും ചെയ്തോളൂ. ഇന്ന ജോലിയെന്നില്ല. അവിടെ നിഷിദ്ധ കർമ്മോ അങ്ങനെ ഒന്നും നോക്കണ്ട. ഭഗവാനിൽ മനസ്സർപ്പിച്ചാൽ നമ്മൾ നിഷിദ്ധ കർമ്മങ്ങളൊന്നും വരില്ല, അത് വേറൊരു കാര്യം. പക്ഷെ നിങ്ങൾ എന്ത് കർമ്മം ചെയ്താലും ശരി, മനസ്സ് എവിടെ ഇരിക്കണം? ഒരിടത്തിരിക്കണം. കൈകൾ ചലിച്ചുകൊണ്ടിരിക്കണം, മനസ്സ് നിശ്ചലമായിരിക്കണം. നമ്മുടെ ഈ കർമ്മേന്ദ്രിയങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കണം, ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഊർജ്ജസ്വലമായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം, വിഹിത കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, സ്വധർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ എന്ത് നിശബ്ദമായിരിക്കും, എന്ത് നിശ്ചലമായിരിക്കും? നമ്മുടെ ഉള്ളിലെ മനസ്സ് തിരയടങ്ങിയിരിക്കും. തിരയടങ്ങി ഏകാഗ്രതയോടുകൂടി ഇരിക്കും. അപ്പൊ പിന്നെ ഇരട്ടി ശക്തിയാണ് നമുക്ക്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും ഫലവത്താവും. ഇതാണ് വലിയ വീട്ടിലെ വേലക്കാരിയെ പോലെ ജീവിക്കുന്നത്. മനസ്സ് ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ലോകത്തിലെ എല്ലാ കർമ്മങ്ങളും ചെയ്യുക. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യുക, കോളേജിലെ കാര്യങ്ങൾ ചെയ്യുക, സ്കൂളിലെ കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ ചെയ്യുക. എവിടെ വേണേ എന്ത് വേണേ ചെയ്യാം. മനസ്സ് ഭഗവാനിലായിരിക്കും. ഈശ്വര പ്രണിധാനം ആദ്യം, ബാക്കി പിന്നീട്. പിന്നെ അദ്ദേഹം ഉപയോഗിച്ച ഉപമ ഏതാണ്? ചേർമീൻ. നിസ്സംഗത പരിശീലിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച അടുത്തത് ചേർമീനിനെ പോലെ ജീവിക്കൂ. ചേർമീൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? ചെളിക്കുള്ളിലാണ് വസിക്കുന്നത്. പക്ഷെ എടുത്തു നോക്കിയാൽ ദേഹം തെളുതെള. ദേഹത്ത് ഒരു തുള്ളി എന്തില്ല? ചെളിയില്ല. അങ്ങനെ ജീവിക്കാൻ പറയും. നമ്മൾ ലോകത്തിൽ ജീവിക്കണം, പക്ഷെ ലോകം നമ്മളിൽ ഒട്ടിപ്പിടിക്കരുത്. ഇത് ഭഗവാൻ രാമകൃഷ്ണദേവന്റെ ഉപമയാണ്. പിന്നെ മൂന്നാമതൊന്നുണ്ട്. പാല് വെള്ളത്തിൽ ഒഴിച്ചാൽ പാലും വെള്ളവും ഒന്നിച്ച് ചേരും. അപ്പൊ അതിനെന്ത് വേണം?
രാമകൃഷ്ണദേവൻ പറയുന്നത് എന്താണ്? പാലിനെ വെണ്ണയാക്കണം, കടഞ്ഞ് വെണ്ണയാക്കണം. ആ വെണ്ണ കൊണ്ട് നിങ്ങൾ എവിടെ ഇടണം? വെള്ളത്തിലിടണം. വെണ്ണ വെള്ളത്തിൽ ലയിക്കുമോ? ഇല്ല. വെണ്ണ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. പാല് മനസ്സാണ്, വെള്ളം ലോകമാണ്. ഈ മനസ്സാകുന്ന പാല് ലോകത്തിൽ കൊണ്ടൊഴിച്ചാൽ രണ്ടും കൂടെ ഒരുമിക്കും, പൊട്ടിപ്പോവും. അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാവില്ല. അങ്ങനെ ഒട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നേരെ ചൊവ്വേ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മറ്റേ ആ സ്വന്തം കുഞ്ഞിനെ സർജറി ചെയ്യാൻ വന്ന അച്ഛൻ ഡോക്ടറെ പോലെ ആയി പോകും, നമ്മൾ തോറ്റുപോകും. അപ്പൊ എന്ത് വേണം? ഇതൊരു ആർട്ട് ഓഫ് ലിവിങ് തന്നെയാണിത്. അപ്പൊ എന്താ വേണ്ടത്? ഈ മനസ്സിനെ, ഈ പാലാകുന്ന മനസ്സിനെ നമ്മൾ കടഞ്ഞ് എന്താക്കണം? ഈശ്വര പ്രണിധാനം എന്ന് പറയുന്ന വെണ്ണയാക്കണം. നമ്മൾ ഭക്തി പരിശീലിക്കണം, ജ്ഞാനം പരിശീലിക്കണം, ധ്യാനം പരിശീലിക്കണം, കടയണം. പാല് പെട്ടെന്ന് വെണ്ണയാകുമോ? പാലിൽ നിന്ന് പെട്ടെന്ന് വെണ്ണ എടുക്കാൻ സാധിക്കുമോ? ഇല്ല. ഒരുപാട് സമയം നമ്മൾ ഒരുപാട് പ്രക്രിയകളിലൂടെ അത് കടന്നു പോകണം, എങ്കിൽ മാത്രമേ വെണ്ണയാകുള്ളൂ. പാല് എസെൻഷ്യലി അത് വെണ്ണ തന്നെയാണ്. പക്ഷെ ഓടിപ്പോയി കൈയിട്ടാൽ വെണ്ണയൊന്നും കിട്ടില്ല. അതിനെന്ത് ചെയ്യണം? കടഞ്ഞെടുക്കണം. അതുപോലെ മനുഷ്യൻ എസെൻഷ്യലി എന്താണ്? ഈശ്വരൻ തന്നെയാണ്. എന്നാ മനുഷ്യനിൽ പോയി കൈയിട്ടാൽ ഈശ്വരനെ കിട്ടൂ? ഇല്ല. അവൻ തപം ചെയ്യണം, ഭക്തിയോഗം ചെയ്യണം, ജ്ഞാനയോഗം സംഭവിക്കണം, ധ്യാനം പരിശീലിക്കണം. അങ്ങനെയാണ് നമ്മളിലെ വെണ്ണ പുറത്തു വരുന്നത്. ആ വെണ്ണ കണ്ടെത്തണം നമ്മൾ. ഇതാണ് രാമകൃഷ്ണദേവൻ ആവർത്തിച്ച് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലെ വെണ്ണ കടഞ്ഞെടുക്ക്, പോയിരുന്ന് ജോലി ചെയ്യുക. അതാണ് ഫസ്റ്റ് ഡ്യൂട്ടി. ബാക്കിയെല്ലാം സെക്കൻഡ് ഡ്യൂട്ടിയാ. ആദ്യം വെണ്ണ പുറത്തെടുക്ക്, എന്നിട്ട് ആ വെണ്ണ കൊണ്ടുപോയി നിങ്ങൾ വെള്ളത്തിലോ എവിടെ വെച്ചാൽ കൊണ്ടിട്ടു, അത് ഒരിക്കലും ഒട്ടിപ്പിടിക്കില്ല. ഭഗവത്ഗീതയാണ് അർജുനനോട് പറഞ്ഞ അതേ സീക്രട്ട്, അർജുനനോട് പറഞ്ഞ അതേ രഹസ്യം മറ്റൊരു ഭാഷയിൽ, നാടൻ ഭാഷയിൽ നമ്മൾ കേൾക്കുകയാണ്. ബംഗാളി ഭാഷയിൽ ഇവിടെ മുഴങ്ങുകയാണ്. ഇതാണ് നിസ്സംഗത്വം. സത്സംഗത്വേ നിസ്സംഗത്വം. ഈ നിസ്സംഗത്വം നമ്മളിൽ സംഭവിക്കണം. അപ്പോൾ നമ്മളെ ഒരു ഡോക്ടർ നല്ലൊരു ഡോക്ടറാകും, ഒരു അച്ഛൻ നല്ലൊരു അച്ഛനാകും, ഒരു ഭർത്താവ് നല്ലൊരു ഭർത്താവാകും, അധ്യാപകൻ നല്ലൊരു അധ്യാപകനാകും. എന്ത് പരിശീലിക്കണം? നിസ്സംഗത്വം പരിശീലിക്കണം. ഇതൊരു ആർട്ട് ഓഫ് ലിവിങ് ആണ് വാസ്തവത്തിൽ. ഇത് നമ്മൾ വിചാരിക്കരുത് സാധകര് മാത്രം നോക്കിയാൽ മതി. സാധകരല്ല, എല്ലാ മനുഷ്യർക്കും നിസ്സംഗത്വം ഒരു ആഭരണം തന്നെയാണ്. കാര്യം അങ്ങനെ നിസ്സംഗത്വം പരിശീലിച്ച, ഒട്ടലില്ലാതെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായ കർമ്മം സിദ്ധിക്കൂ. ചക്ക മുറിക്കുമ്പോൾ, ഇതിന്റെ രാമകൃഷ്ണദേവന്റെ ഉപമയാണ്, ചക്ക മുറിക്കുമ്പോൾ വെളിച്ചെണ്ണ പുരട്ടണം. വെളിച്ചെണ്ണ പുരട്ടിയാൽ ചുളയെടുക്കാം, കഴിക്കാം സുഖമായിട്ട്. വെളിച്ചെണ്ണ പുരട്ടാതെ ചുളയെടുത്ത് നോക്ക്, ദേഹം ആ കൈ മുഴുവൻ വിളഞ്ഞിലും അതും ഇതും പശയും എല്ലാം കൂടെ കുളമാകും, കഴിക്കാനുള്ള സാധനം കിട്ടില്ല. അറിയാത്തൊരാള് അല്ലെ, ചക്ക എന്താന്ന് അറിയാത്തൊരാൾ ആദ്യം പോയി കൈയിട്ട് ചക്കച്ചുള എടുത്ത് കഴിക്കാൻ നോക്കി, ഇങ്ങനത്തെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും. അറിയാവുന്നവരെന്ത് പറയും? മോനെ ആദ്യം കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടും. നമ്മൾ വിചാരിക്കും ഈ ചക്കയും വെളിച്ചെണ്ണ തമ്മിൽ എന്ത് ബന്ധം? ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ മുത്തശ്ശിയൊക്കെ ചക്ക എടുക്കുന്നതിന് മുമ്പ് കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് എന്ത് ഭ്രാന്ത്, ചക്ക എവിടെ ഇരിക്കും? നമ്മൾ മാങ്ങ കഴിക്കുമ്പോൾ വെളിച്ചെണ്ണ പുരട്ടില്ല, വേറെ എന്ത് കഴിക്കുമ്പോഴും വെളിച്ചെണ്ണ പുരട്ടില്ല, ചക്ക കഴിക്കുന്നതിന് മുമ്പ് വെളിച്ചെണ്ണ എന്തിനു പുരട്ടണം? എന്റെ ചോദ്യമായിരുന്നു. അപ്പൊ മുത്തശ്ശി പറഞ്ഞു തന്ന മറുപടിയാണ്, കയ്യില് വെളിച്ചെണ്ണ പുരട്ടിയാൽ ചക്ക ഒട്ടിപ്പിടിക്കില്ല, അപ്പൊ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുമെന്ന്. ഇത് രാമകൃഷ്ണദേവന്റെ കിട്ടിയപ്പോ നിസ്സംഗത്വം എന്ന് പറയുന്ന മഹത്തായ ആശയം നമുക്ക് ആക്കാൻ സാധിച്ചു. അപ്പൊ ഇതാണ് നിസ്സംഗത. ഏതൊരു കർമ്മം മനോഹരമാകണമെങ്കിൽ, ജീവിതത്തെ ആസ്വദിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, ജീവിതത്തെ ശരിയായ വിധത്തിലുള്ള ആസ്വാദനം നടക്കുന്നത് നിസ്സംഗത്വം പരിശീലിക്കുമ്പോൾ. കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയാലേ ചക്കച്ചുള എടുക്കാൻ പറ്റും. അപ്പൊ ലോകമാകുന്ന ചക്കയിൽ നിന്ന് ആനന്ദമാകുന്ന ചുള എടുക്കണമെങ്കിൽ നിസ്സംഗതയാകുന്ന എണ്ണ കയ്യിൽ പുരട്ടണം, നിസ്സംഗത്വം പരിശീലിക്കണം. അതാണ് സത്സംഗത്വേ നിസ്സംഗത്വം. ഇനി നിസ്സംഗത്വേ നിർമോഹത്വം. എന്താണ് നിർമോഹത്വം? നിർമോഹത്വം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്ത സ്റ്റേജ് ആണ്. ഇതുവരെ പറഞ്ഞതിന്റെ അടുത്ത സ്റ്റേജ്. എന്താണ് നിർമോഹത്വം? മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ, അല്ലെ, തെറ്റിദ്ധാരണ. അതിനകത്തൊരു വാക്ക് അതസ്മിൻ തദ്ബുദ്ധി, അതായത് അതല്ലാത്തതിൽ അത് എന്ന ആശയത്തിനാണ് മോഹം എന്ന് പറയുന്നത്. ഒരു കാര്യം അവിടെ കാണുന്നുണ്ട്, പ്രത്യക്ഷ അനുഭവമാണ്, പക്ഷെ അത് വാസ്തവത്തിൽ അങ്ങനെയല്ല. അതിനാണ് മോഹം എന്ന് പറയുന്നത്, തെറ്റിദ്ധാരണ.
സംസ്കൃത പദം മോഹത്തിൽ തെറ്റിദ്ധാരണ എന്നർത്ഥം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, നമുക്ക് ഈ ഭൂമി പരന്നതായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ പ്രത്യക്ഷ അനുഭവത്തിൽ ഭൂമി പരന്നതാണ്. പക്ഷെ പരമാർത്ഥത്തിൽ ഭൂമി ഉരുണ്ടതാണ്. ഭൂമി നിശ്ചലമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ എത്ര തന്നെ നോക്കിയാലും ഭൂമി എന്താണ്? നിശ്ചലമാണ്. അത് നമ്മൾ രാത്രിയിൽ എണീറ്റ് നോക്കിയാലും രാവിലെ എണീറ്റ് നോക്കിയാലും ഉച്ചയ്ക്ക് എണീറ്റ് നോക്കിയാലും ഭൂമി സ്റ്റില്ലാണ്. ഇത് നമ്മുടെ പ്രത്യക്ഷ അനുഭവം. ഇത് തെറ്റിദ്ധാരണയാണ്. വാസ്തവത്തിൽ ഭൂമി 2000 കിലോമീറ്ററിന് വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. ഇതാണ് മോഹം. പരമാർത്ഥത്തിൽ സംഭവിക്കുന്നതിനെ പ്രത്യക്ഷാനുഭവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മോഹം. എത്ര ശ്രമിച്ചാലും നടക്കില്ല. പക്ഷെ നിർമോഹത്വം സംഭവിക്കും. എന്ത്? ഈ തെറ്റിദ്ധാരണകൾ മാറും. എങ്ങനെ? നിസ്സംഗത്വത്തിൽ നിന്ന്. ഇതൊക്കെ ഭൗതികമായ അനുഭവങ്ങളാണ്. പക്ഷെ ആത്മീയമായി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ലോകത്ത് നമ്മൾ ജനിച്ചവരാണെന്നുള്ള ഓർമ്മ നമുക്ക് നഷ്ടമായിരിക്കും. നമ്മൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കും. പക്ഷെ നമ്മൾ മുമ്പില്ലാതിരുന്നിട്ട് ജനിച്ചവരാണെന്ന് ഓർക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ വിചാരം എന്താണ്? നമ്മുടെ ധാരണ എന്താണ്? നമ്മൾ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ധാരണ. നമ്മൾ ഒരു പ്രത്യേക വർഷം, പ്രത്യേക ദിവസം, പ്രത്യേക മാസം, പ്രത്യേക ദിവസം, പ്രത്യേക സമയത്ത് മാത്രം ജനിച്ചതാണ്. അതിനു മുമ്പ് വർഷമുണ്ട്, മാസമുണ്ട്, ദിവസമുണ്ട്. അതൊന്നും നമുക്ക് അപ്പോഴൊന്നും ഞാനില്ല എന്നുള്ള സത്യത്തെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സ്വന്തം അഭാവത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാനില്ലാത്ത സമയമില്ല. അത് ആത്മീയമായിട്ടല്ല നമ്മൾ പറയണത്, ഭൗതികമായിട്ട് തന്നെ പറയും. ഏയ്, ഞാൻ ജനിച്ചതാണോ? പെട്ടെന്ന് നമ്മൾ ആ ചിന്തയെ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ഇനി ഇതിന്റെ മറ്റേ അറ്റത്ത് എന്തുണ്ട്? ഡെത്ത് ഉണ്ട്. ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഡെത്ത് ഡേയും ഉണ്ട്. ആക്ച്വലി ഓരോ ബർത്ത്ഡേയും എന്താണ് വാസ്തവത്തില്? അപ്പൊ ഈ ഡെത്ത് ഡേയും നമുക്ക് ഓർമ്മിക്കാൻ പറ്റില്ല. നമ്മുടെ ധാരണ നമ്മളിങ്ങനെ ഒരു വിദൂര ഭാവിയിലൊക്കെ അത് സംഭവിച്ചേക്കാന്നല്ലാതെ അത് എപ്പോ വേണമെങ്കിൽ സംഭവിക്കാമെന്നുള്ള ഒരു മൂർത്ത യാഥാർത്ഥ്യമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കില്ല. ഇതിന് പറയുന്ന പേരാണ് മോഹം. ഇതൊരു മോഹം. പിന്നെ ആത്മീയമായിട്ടുള്ള മറ്റൊരു മോഹം, ഈ ലോകത്ത് നിന്ന് നമുക്ക് ദുഃഖത്തെ ഇല്ലാതാക്കി സന്തോഷം മാത്രമായിട്ട് അനുഭവിക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു മോഹം, മറ്റൊരു വ്യാമോഹം. ഇതും മോഹമാണ്. ഈ ലോകത്തെക്കുറിച്ച് ഭഗവത്ഗീത എന്താണ് പറഞ്ഞേക്കുന്നത്? അനിത്യം, അസുഖം. സുഖം തരുന്നില്ല, അനിത്യമാണ്. ഇനി മറ്റൊരിടത്ത് പറഞ്ഞേക്കുന്നത് ദുഃഖാലയം, അശാശ്വതം. നോക്കൂ, എന്തൊക്കെ വാക്കുകളാണ് ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലോകത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ദുഃഖാലയം, ദുഃഖത്തിന്റെ ആലയമാണ്. പിന്നെന്താ പറഞ്ഞ? അശാശ്വതം, ഇംപെർമനന്റ് ആണ്. ശാശ്വതമല്ല. ഇവിടെ ഒന്നുമില്ല, സ്ഥായിയായിട്ട് ഒന്നുമില്ല. നീർക്കുമിളയ്ക്ക് 2 സെക്കൻഡ്, ലോകത്തിന് കുറച്ചേറെ സെക്കൻഡ്, അത്രേ ഉള്ളൂ. ലോകം കുറച്ച് നേരം കഴിഞ്ഞ് പൊട്ടിപ്പോകുന്ന കുമിള പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ലോകം, അത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു അനുഭവം നമുക്കില്ല. ഇത് അനുഭവമായിട്ട് നമ്മളെ തെറ്റിദ്ധാരണയായിട്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. ഇതാണ് മോഹം. ഭഗവത്ഗീത പറയുന്നത് അശാശ്വതമാണ്, ദുഃഖാലയം. പക്ഷെ നമ്മുടെ വിചാരം ഈ ലോകത്ത് നിന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റും? സന്തോഷത്തെ എടുക്കാൻ പറ്റും, ആനന്ദത്തെ എടുക്കാൻ പറ്റും. ഇവിടെ ദുഃഖം ഉണ്ടെന്നൊക്കെ ആരാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്കറിയണ്ട. ഞാൻ ഇവിടുന്ന് കൃത്യമായിട്ട് പോയി സന്തോഷം മാത്രം എടുക്കും എന്നാണ് എല്ലാവരുടെയും ബേസിക് മോട്ടീവ്. ഹെഡോണിസം എന്നാണ് അതിന്റെ പേര്. ഈ ലോകത്ത് നിന്ന് സന്തോഷം മാത്രത്തെ എടുക്കാം എന്നുള്ള ഒരു ഫിലോസഫി തന്നെയുണ്ട്. ദുഃഖം ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് സന്തോഷം മാത്രം എടുക്കാം. നടക്കുവോ? സാധിക്കില്ല. മോഹമാണത്, തെറ്റിദ്ധാരണയാണത്. നമ്മൾ സന്തോഷത്തെ എടുത്താൽ തൊട്ടു പുറകിൽ ദുഃഖമുണ്ട്, അല്ലെങ്കിൽ ദുഃഖമാണ് അവിടെ നിൽക്കുന്നത്. അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ നിസ്സംഗത്വം പരിശീലിച്ചില്ലെങ്കിൽ നമ്മൾ വീണുപോകും, പെട്ടുപോകും. നിസ്സംഗത്വം പരിശീലിച്ചിട്ട് നമുക്ക് ജീവിക്കാം. അപ്പൊ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ആനന്ദം കിട്ടും. അത് ലോകത്തു നിന്നല്ല, അത് ഉള്ളിൽ നിന്നാ കിട്ടും. അപ്പൊ നിസ്സംഗത്വം, നിർമോഹത്വത്തിൽ നിന്ന് എന്ത് കിട്ടുന്നു? നമുക്ക് ആ നിർമോഹത്വം സംഭവിക്കും. അവിടെ മോഹമില്ലായ്മ സംഭവിക്കും നിസ്സംഗതയിൽ നിന്ന്. കാര്യം നമുക്കറിയാം, നമ്മൾ മരിക്കുന്നവരാണ്, മറ്റുള്ളവർ മരിക്കുന്നവരാണ്, ഈ ലോകം അശാശ്വതമാണ്.
എന്നുള്ള വലിയ സത്യം നമുക്ക് തെളിഞ്ഞു കിട്ടും. ഇത് ജഗത്താണ് എന്ന് നമുക്ക് തിരിഞ്ഞു കിട്ടും. എന്താണ് ജഗത്ത്? ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ജായതി തിഷ്ഠതി ഗച്ഛതി. അവിടെ ഉണ്ടായി, അവിടെ ഉണ്ട്, പോയി. നേരത്തെ പറഞ്ഞ കുമിള, അത് തന്നെയാണ് ഈ ജഗത്ത്, മൊത്തം ജഗത്തും. കുമിള എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അനുഭവം. ജഗത്ത് എന്ന് പറഞ്ഞാൽ കുമിളയെ സബ്ലിമേറ്റ് ചെയ്തൊരു അനുഭവം, അത്രേ ഉള്ളൂ. മഹത്വവൽക്കരിച്ച ഒരു ഗ്ലോറിഫൈഡ് കുമിളയാണ് ഈ ലോകം. ഗ്ലോറിഫൈഡ് കുമിള. അപ്പം ഈ ലോകം തന്നെ ഇല്ലാത്തതാണെന്ന് നമുക്ക് മനസ്സിലാകും. അതായത് ജഗത്ത് മിഥ്യയാണെന്ന് നമുക്ക് മനസ്സിലാകും. ആരും പറയാതെ നമുക്കിത് ബോധ്യമാകും. ജഗത്ത് മിഥ്യയാണ്. ജഗത്ത് മിഥ്യയാണെന്ന് അറിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള അറിവ് എന്താണ്? ബ്രഹ്മം സത്യം. അതായത് മിഥ്യ എന്താണെന്ന് കൃത്യമായി കണ്ടൊരു മനുഷ്യൻ തൊട്ടടുത്ത് നോക്കുന്നത് എവിടേക്കായിരിക്കും? സത്യത്തിലേക്കായിരിക്കും. നിങ്ങൾക്കറിയാലോ ആ കഥ. ഒരു ബുദ്ധഭിക്ഷുണി രാത്രിയിൽ വെള്ളം കോരാൻ പോയി. വെള്ളം കോരാൻ പോയിട്ട് അവര് വെള്ളം കോരി തൻ്റെ കുടത്തിൽ നിറച്ചു. എന്നിട്ട് ആ കുടവുമായിട്ട് ആ ബുദ്ധഭിക്ഷുണി തിരിച്ച് കുടിലിലേക്ക് നടന്നു. കുടിലിലേക്ക് നടന്നപ്പോ ഇവളുടെ കുടത്തിനുള്ളിൽ ചന്ദ്രബിംബം പ്രതിഫലിച്ചു നിന്നു. മനോഹരമായ ചന്ദ്രബിംബം. ഈ ചന്ദ്രബിംബത്തിന്റെ ചാരുതയിൽ ഇവർ മയങ്ങിപ്പോയി. എത്ര സുന്ദരമായ ചന്ദ്രബിംബം തന്റെ കുടത്തിനുള്ളിൽ എന്ന് പറഞ്ഞ് അവർ ആഹ്ലാദിച്ചു. പെട്ടെന്ന് അവരുടെ കാലെവിടെയോ ഉടക്കി ഇവരുടെ കയ്യിൽ നിന്ന് ഈ കുടം താഴെ വീണുടഞ്ഞു. വെള്ളമെല്ലാം ഒഴുകിപ്പോയി. ജലം എവിടെ? ചന്ദ്രബിംബം എവിടെ? ജലം കാണാനില്ല, ചന്ദ്രബിംബം കാണാനില്ല. പെട്ടെന്ന് ആ ബുദ്ധഭിക്ഷുണി എവിടേക്ക് നോക്കി? പ്രതിഫലനം ഇല്ലാതായപ്പോൾ അവർ എവിടേക്ക് നോക്കി? ഉത്തരക്ഷണം അവർ ശരിയായിട്ടുള്ള ചന്ദ്രനിലേക്ക് തല ഉയർത്തി നോക്കി. അങ്ങേയറ്റം മെറ്റഫോറിക്കലാണിത്. തന്റെ കുടമുടഞ്ഞ നിമിഷം അവർ ശരിയായിട്ടുള്ള ചന്ദ്രനിലേക്ക് നോക്കി. പറയപ്പെടുന്നത് ആ ബുദ്ധഭിക്ഷുണി അന്നത്തെ ദിവസം അവര് സാക്ഷാത്കാരം, സത്യസാക്ഷാത്കാരത്തിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് സത്യം. മിഥ്യ എന്താണെന്ന് അറിഞ്ഞാൽ ഉത്തരക്ഷണത്തിൽ നമ്മൾ നോക്കുന്നത് എവിടേക്കായിരിക്കും? സത്യത്തിലേക്കായിരിക്കും. ഈ ജഗത്ത് മിഥ്യയാണെന്ന് അറിയുന്ന നിമിഷം നമ്മൾ ബ്രഹ്മം സത്യത്തിലേക്ക് നോക്കും. കാര്യം നമ്മൾ ആദ്യമായി തിരിച്ചറിഞ്ഞു, ഇത് ഞാൻ ഇതുവരെ കെട്ടിപ്പിടിച്ചത് മുഴുവൻ മിഥ്യയായിരുന്നു എന്ന്. ഇതൊരു അഡ്വാൻസ് സ്റ്റേജ് ആണ്. അവിടെ സത്യം നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കും. നമ്മൾ കുട്ടിക്കാലം മുതൽ ആഗ്രഹിച്ചിരുന്ന ആ ഭഗവാൻ സത്യസ്വരൂപനെ നമ്മൾ കാണും. അദ്ദേഹം അവിടെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാരദ, എവിടെ വെള്ളം? ഞാൻ ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ കഥ കേട്ടിട്ടില്ലേ? നാരദനോട് വെള്ളം എടുക്കാൻ പറഞ്ഞു വിട്ടു കൃഷ്ണൻ. നാരദൻ വെള്ളം എടുക്കാൻ പോയി. അവിടെ ഒരു സ്ത്രീയെ കണ്ടു. അവരെ കല്യാണം കഴിച്ചു, കുട്ടികളുമായി ജീവിച്ചു. പെട്ടെന്ന് വെള്ളപ്പൊക്കം വന്നു. ഈ ഭാര്യ നഷ്ടപ്പെട്ടു, കുട്ടികൾ ഒഴുകിപ്പോയി. നാരദൻ ഒരു വിധത്തിൽ ഒഴുകി കരയ്ക്ക് കയറിയിരുന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്റെ തോളിൽ ആരോ സ്പർശിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോ കൃഷ്ണൻ. ഭഗവാൻ ചോദിച്ചു, നാരദ, വെള്ളം എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? എനിക്ക് ദാഹിക്കണു. എന്താ ഇവിടെ ചെയ്യണേ? സ്വപ്നം, അത് തോന്നലായിരുന്നു. ഇതാണ് ഈ ലോകം. നമുക്ക് നമ്മളുടെ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ നോക്കും സത്യത്തിലേക്ക്. ഈ ജഗത്ത് മിഥ്യയാണെന്ന് കുടമുടഞ്ഞു കഴിയുമ്പോൾ, അതിലെ പ്രതിഫലനം താഴെ പോയി കഴിയുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കും. അവിടെ ഭഗവാൻ ചിരിച്ചുകൊണ്ട് നിൽക്കും. എന്തേ? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. നീ എന്താണ് എന്നെ നോക്കാത്തത്? നീ എന്താണ് എന്നിലേക്ക് ശ്രദ്ധിക്കാത്തത്? അതിനാണ് എന്താ പറയണത്? നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം. ഭഗവാനാണത് നിശ്ചലതത്വം. സത്യം ശിവം സുന്ദരം. നിശ്ചലതത്വേ ജീവൻ മുക്തി. ഇതിന് പറയുന്ന പേരാണ് ജീവൻ മുക്തി. ജീവൻ മുക്തി എന്താണെന്നുള്ള അധികമായിട്ടുള്ള കാര്യങ്ങൾ, തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കാണാം. ഇന്നത്തേക്ക് ഇത്രമാത്രം. ഇനി നമ്മളുടെ ഓരോരുത്തരുടെയും സമയമാണ്.